ശിരസാ വഹിച്ചുകൊണ്ടാണ് ഉമർ എന്നവർ ജീവിക്കുന്നത്. ഈ ഉപദേശമൊക്കെ കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂബക്കറേ ലഖദ് അത്അബ്തൽ ഖുലഫാഅ മിൻ ബഅദിക്. അബൂബക്കറേ, നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ഖലീഫമാരെ നിങ്ങളങ്ങ് തളർത്തിക്കളഞ്ഞല്ലോ. നിങ്ങളെപ്പോലെ ആർക്കാണാവാൻ കഴിയുന്നത്? ആർക്കാണാവാൻ കഴിയുക? ആയിഷ ബീവിയോടാണ് നമ്മുടെ പുതപ്പ് ഇനി നമുക്കുള്ളതെല്ലാം ഉമർ എന്നവർക്ക് കൊടുത്തേക്കിൻ, അവരാണല്ലോ ഇനി ഭരണാധികാരി. ഖലീഫയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഒട്ടകം, നമ്മൾ പാല് കറന്നിരുന്ന ഒട്ടകം, അത് ഇനി നമ്മുടേതല്ല മോളെ. മുസ്ലിമീങ്ങളുടെ പൊതുഖജനാവിലേക്ക് തിരിച്ചു കൊടുക്കണം. പാല് കുടിക്കാൻ നമ്മൾ ഉപയോഗിച്ച പാത്രം പോലും നമ്മളുടേതായിരുന്നില്ല മോളെ, അത് തിരിച്ചു കൊടുക്കണേ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് വസിയത്ത് ചെയ്തുകൊണ്ടാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത്. വജാഅത് സക്റത്തുൽ മൗത്ത് ബിൽ ഹഖ് ذلك ما كنت منه تحيد. മരണത്തിന്റെ അവസാനത്തെ വെപ്രാള സമയം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. ഇത് നിങ്ങൾ വരരുത് എന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ലേ? ഒരിക്കലും ആഗ്രഹിക്കാത്ത സമയമായിരുന്നില്ലേ എന്ന് അല്ലാഹു ചോദിക്കുന്ന ആ നേരം ഞാനും നിങ്ങളും അഭിമുഖീകരിക്കാൻ പോവുകയാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയമാവണം എന്നില്ല ഇത് വരുന്നത്. അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന നേരത്താകാം. അല്ലാഹു ആലം. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ നേരം നിന്നിലേക്ക് യാത്രയാകുന്ന സമയമാവണം, ഈ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള സമയം. അല്ലാഹുമ്മ ജഅൽ അസ്അദ അയ്യാമിനാ യൗമ നൽഖാക്. ഞങ്ങൾ നിന്നെ കാണാൻ വരുന്ന ആ ദിവസമാകണം റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. ആമീൻ പറയണേ. അല്ലാഹുവേ, ഞങ്ങൾ നിന്നെ കാണാൻ ഇവിടെ നിന്ന് യാത്രയാവുന്ന മരണം സംഭവിക്കുന്ന ദിവസം അത് വെപ്രാളമില്ലാതെ സന്തോഷത്തോടെ നിന്നെ കാണാനുള്ള യാത്രയാണെന്ന് മനസ്സിൽ കരുതി സന്തോഷിച്ച് സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഅ്മിന് മുഅ്മിനാത്തുകൾക്ക് മുഴുവൻ നീ നൽകണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വഹാബികളുടെ വസിയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ, ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹുവിന്റെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ, ഇവരുടെയൊക്കെ ചില വസിയത്തുകൾ സമയമുണ്ടെങ്കിൽ നമുക്ക് ചില പാഠങ്ങൾ അവർ നൽകുകയാണ്. കാരണം മരണത്തിന്റെ രംഗം അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന ഒരു കശ്ഫിന്റെ നേരമാണ്. കാണാത്തത് കാണാൻ കഴിയുന്ന നേരമാണ്. പല വിഷയങ്ങളുടെയും രഹസ്യങ്ങൾ അല്ലാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന നേരമാണ് മരണമാസന്നമാകുന്ന സമയം. ആ സമയത്ത് മുഅ്മിനീങ്ങളോട് നൽകുന്ന സാരോപദേശം കഴമ്പുറ്റതാണ്. ആ വാക്കുകൾക്ക് ഖനമുണ്ട്, ആ വാക്കുകൾക്ക് നല്ല ആശയമുണ്ട്, ആ വാക്കുകൾക്ക് നാളെ ആഖിറത്തിലേക്ക് നമ്മളെ നയിക്കാനുള്ള പവറുണ്ട്. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് വസിയത്ത് ചെയ്തത്, ആയിഷ ബീവിയെ വിളിച്ച് വസിയത്ത് ചെയ്തത്. 3 കഫംപുടയിലാണ് ഹബീബിനെ മറവ് ചെയ്തതെങ്കിൽ എന്നെയും 3-ൽ തന്നെ ചെയ്യണം. 2 ഞാൻ ഇപ്പോൾ ഉടുക്കുന്ന വസ്ത്രവും 3-മത്തേത് ആരെങ്കിലും ഉടുത്തു കഴിഞ്ഞ ഒരു വസ്ത്രം മതി. എനിക്ക് 3-മത്തേത് പുതിയത് വേണ്ട, പുതിയത് ധരിക്കാൻ നല്ലത് ജീവിച്ചിരിക്കുന്നവരല്ലേ, മയ്യത്തിന്റെ കൂടെ പോകുന്ന കഫംപുടയല്ലേ, എനിക്ക് പഴയത് മതി മോളെ എന്ന് മോളോട് വസിയത്ത് ചെയ്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, ആ ഒരു നേരത്തേക്കുള്ള ഒരുക്കമാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം. അല്ലാഹു ആ നേരം പുഞ്ചിരിച്ച് സന്തോഷത്തോടെ സ്വർഗം കണ്ട് മലക്കുകളുടെ റഹ്മത്തിന്റെ മലായികത്തിന്റെ മുഖം കണ്ട് അല്ലാഹുവിലേക്ക് കണ്ണുയർത്തി പടച്ചതമ്പുരാന്റെ ജനാബിലേക്ക് യാത്രയാകുന്നു എന്ന സന്തോഷത്തോടുകൂടെ യാത്രയാകാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഈ യാത്ര അനിവാര്യമാണ്. ഉംറക്ക് പോകുമില്ലേ, പോകാതിരിക്കാം. ഗൾഫിലേക്ക് പോകുമില്ലേ, പോകാതിരിക്കാം. പക്ഷേ നാളെ ഖബറിലേക്ക് പോകുമില്ലേ, പോകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഉറപ്പുള്ള വിഷയത്തിനാണ് അറബിയിൽ യഖീൻ എന്ന് പറയാം. മരണത്തിൻ്റെ മറ്റൊരു പേര്, മരണത്തിന് എന്താ അറബി പറയാം? മൗത്ത് എന്നാണ്. പക്ഷെ മരണത്തിന് ഖുർആനിട്ട വേറൊരു പേരുണ്ട്, അൽ യഖീൻ. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണമാസന്നമാകുന്നവരെ അല്ലാഹുവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ഉറപ്പ് വരുന്നവരെ എന്നല്ല, അവിടെ യഖീൻ്റെ അർത്ഥം അൽ മൗത്ത്. കാരണം വരുമെന്ന് പറഞ്ഞ്
ഉറപ്പിച്ചും വരുന്നത് ഓരോരുത്തരുടെയും മരണമാണെന്നാണ്. അള്ളാഹു അത് മറച്ചിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ. എത്രയോ ജന്തുക്കൾ, മനുഷ്യർ ഒക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മരിച്ചതിനെ പെട്ടെന്ന് മറവ് ചെയ്യും. ചത്തുപോയ ജീവജാലങ്ങളെ കൊണ്ടുപോയി എടുത്തുകൊണ്ടുപോകും. മരണം സംഭവിച്ചത് നമ്മൾ കണ്ണിൽ കാണുന്ന സമയങ്ങൾ കുറവാണ്. മരണത്തെ അള്ളാഹു മൂടിവെക്കുകയാണ്. അതെപ്പോഴും നമ്മുടെ മുമ്പിൽ ഓരോരുത്തരും മരിച്ചിങ്ങനെ വീഴുകയായിരുന്നുവെങ്കിൽ ജീവിക്കാനൊരാശയും ഒരാശയോ ഒരാഗ്രഹമോ ജീവിതത്തോട് എന്തെങ്കിലും ഒരഭിനിവേശമോ ആർക്കും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു ഇത് മറച്ചു വെച്ചത്. മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറവ് ചെയ്യും. റോഡരികിൽ ചത്തുകിടക്കുന്ന ആടുകൾ, ചിലപ്പോൾ വണ്ടി തട്ടി ചത്തുപോകുന്ന നായകൾ, പൂച്ചകളൊക്കെ ഉണ്ടാകും. അതൊക്കെ പെട്ടെന്ന് അവിടെ നിന്ന് നീക്കിക്കൊണ്ടുപോകാൻ. കന്നുകാലികൾ ചത്തു വീഴുന്നുണ്ട്, അത് പെട്ടെന്ന് അവിടെ നിന്ന് നീക്കം ചെയ്യും. മരിച്ചു കഴിഞ്ഞവരെ പെട്ടെന്ന് കൊണ്ടുപോയി മറവ് ചെയ്യും. അതുകൊണ്ട് മരണത്തിൻ്റെ കാഴ്ചകൾ പോലും അള്ളാഹു കുറച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ അത് വരുമെന്ന് ഉറപ്പുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ട് പേടിക്കാൻ വേണ്ടി പറയല്ല. ഒരു യാത്രയുണ്ട് എന്ന് പറയുമ്പോൾ അതിനു വേണ്ടി ഒരുങ്ങിയാൽ ഒരു പ്രയാസമില്ല. നിങ്ങൾ ഗൾഫിലേക്ക് അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറി യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഡോക്യുമെൻ്റ് വേണം. നിങ്ങളുടെ പാസ്പോർട്ടോ നിങ്ങളുടെ വിസയോ മറ്റു ഡോക്യുമെൻറ്റുകളോ ഒക്കെ വാലിഡാണ്. അതൊക്കെ വളരെ കൃത്യമാണ്. രേഖ വളരെ ക്ലിയറാണ്. നിങ്ങളൊരു സ്മഗ്ലിങ്ങോ ഒന്നും നടത്താൻ പോവുകയല്ല, നിങ്ങളൊരു ഹലാലായ യാത്രക്ക് പോവുകയാണ്. ഒരു പേടിയും ഒരു കൂസലും ഇല്ലാണ്ട് നിങ്ങൾക്ക് നേരെ ഇമിഗ്രേഷനിലേക്ക് പോകാം അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഫോർജ് ചെയ്തിട്ടുണ്ട്, ഡോക്യുമെൻറ്റുകൾ ഫേക്കാണ്, അവിടെ പേടിച്ച് വറക്കേണ്ടി വരും. ആ ഒരു യാത്ര പിന്നെ പേടിയാവും. തലേ ദിവസം മുതൽ പേടി തുടങ്ങും, സ്വപ്നം കണ്ടു തുടങ്ങും, അവിടെ പിടിച്ചുകൊണ്ടുപോകുന്നതും പോലീസ് പൊക്കിക്കൊണ്ടുപോകുന്നതും. കാരണം പോകുന്നത് ഫേക്ക് ഐഡിയുമായിട്ടാണെന്ന് പോകുന്ന ആൾക്ക് ആദ്യമേ അറിയാം. നേരെ മറിച്ച് അതൊന്നുമില്ലെങ്കിൽ റിലാക്സ്, എന്തിനു പേടിക്കണം? മരണത്തിന് വേണ്ടി ഒരുങ്ങുക. ജീവിതത്തിൽ പൊരുത്തപ്പെടിക്കാനുള്ള കാര്യങ്ങളൊക്കെ പൊരുത്തപ്പെടിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയത് പരസ്പരം ക്ഷമിച്ചു കൊടുക്കുക. അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ. ആ ഒരു യാത്ര അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരത്തിന് ഇമാമ് നിൽക്കുമ്പോൾ മഹാനവറുകൾക്ക് കുത്തേറ്റത് നമ്മൾക്കറിയും, വയറ്റിന് കുത്തേൽക്കുകയാണ്. അബൂ ലുഅ്ലുഅത്തുൽ മജൂസി. ഈ ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടവരായിരിക്കും. അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് കിടക്കുകയാണ്. ആ സമയം മഹാനവറുകൾക്ക് ബോധം തെളിഞ്ഞപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം, എൻ്റെ നിസ്കാരം അസ്വല അസ്വല. സ്വഹാബിമാർ ഉമർ എന്നവര് എഴുന്നേൽക്കാൻ വേണ്ടി, മഹാനായ ഉമർ എന്നവര് ബോധം കെട്ട് കിടക്കുമ്പോൾ ഇന്ന് എഴുന്നേൽക്കാൻ വേണ്ടി പല നിലക്കും വിളിച്ചു നോക്കി, ഉണരുന്നില്ല. അപ്പോഴാണ് ഒരു സ്വഹാബി ഉമർ എന്നവരുടെ ചെവിയിൽ വന്ന് മന്ത്രിച്ചത്, അസ്വലാ യാ ഉമർ, ഉമറേ അമീറുൽ മുഅ്മിനീനെ, നിങ്ങൾ ആ സുബഹി നിസ്കാരം ഒരു റക്അത്തല്ലേ നിസ്കരിച്ചുള്ളൂ, രണ്ടാമത്തെ റക്അത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും ശത്രു വന്ന് നിങ്ങളെ കൊല ചെയ്യുകയാണുണ്ട്, അതിൽ നിങ്ങളുടെ വയറ്റിന് കുത്തുകയാണുണ്ടായത്. അതുകൊണ്ട് അസ്വലാ അസ്വലാത യാ ഉമർ, ഈ അസ്വലാ നിസ്കാരം എന്നൊരു വാക്ക് ചെവിയിൽ മഹാനവറുകൾ കേട്ടപ്പോഴാണ് കണ്ണു തുറന്നത് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അപ്പോഴാ കണ്ണു തുറന്നു. അതുവരെ ബോധം കെട്ട് കിടക്കുക. നിസ്കാരം എന്നങ്ങ് പറഞ്ഞപ്പോൾ അങ്ങോട്ട് കണ്ണു തുറന്നു. യാ അല്ലാഹ്, എത്ര ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് ബോധമില്ലാതെ കിടക്കും. ളുഹറിൻ്റെ സമയമായ മക്കളെ വാങ്കൊടുത്തോ, എനിക്ക് നിസ്കരിക്കണം, പിന്നെ മിണ്ടൂല. പിന്നെ അടുത്ത നിസ്കാരത്തിൻ്റെ സമയം, മക്കളെ വാങ്കൊടുത്തോ, മക്കളെ നിസ്കാരത്തിന് സമയമായോ. ഇങ്ങനെ ഉറക്കത്തിൻ്റെ ബോധമില്ലായ്മക്കിടയിൽ നിന്ന് നിസ്കാരത്തിൻ്റെ സമയമായോ എന്ന് ചോദിച്ച് ആ നേരത്ത് നിസ്കരിക്കാൻ വെമ്പൽ കൊള്ളുന്ന എത്ര ഉപ്പമാർ ഉമ്മമാർ ഈ ഉമ്മത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു അത്തരം നന്മകൾ ഈ ഉമ്മത്തിൽ നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്വലാ അസ്വലാ ലാ നജിദു അംറൻ യൽഫിതു നദറ ഉമറിൻ മിഥല അസ്വലാ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ അസ്വലാ, നിസ്കാരം നിസ്കാരം എന്ന ആ ഒരു വാക്കിനോളം വേറെ ഒന്നുമില്ലായിരുന്നു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ വാക്ക് കേട്ടപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് നിസ്കരിക്കണം, എനിക്ക് നിസ്കരിക്കണം. മഹാനവറുകൾ വിറക്കാൻ തുടങ്ങി. അമാ ഇന്നഹു ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക അസ്വലാ
നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് ഈ ദീനിൽ യാതൊരു സ്ഥാനവുമില്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് വുദു എടുത്തു തരണേ. ഇത് പറയുമ്പോ വയറ് തുറന്നിരിക്കുകയാണ്. ആലോചിക്കണം, കുടൽമാലകൾ അറ്റുപോയിരിക്കുകയാണ്. ഫറൂഖ് റളിയല്ലാഹു അൻഹു വുദു എടുത്ത് നിസ്കരിച്ചു. കിടന്ന കിടപ്പിൽ ചോരങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരമാസകലം രക്തം വാർന്നുകൊണ്ടിരിക്കുക. ഓപ്പറേഷൻ ചെയ്യാനൊന്നും പറ്റില്ല എന്ന് രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കി, എന്തായിരിക്കും? ഒരു അനസ്തേഷ്യ പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ആളുകൾ ചോദിച്ചു, ഡോക്ടർമാരവിടെ വന്നു. അവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, നിങ്ങളുടെ മുറിവ് ഞങ്ങൾക്കൊന്ന് കെട്ടിവെക്കണം. നസ്ഖീകൽ ഖംർ, ഞങ്ങൾ നിങ്ങൾക്ക് ഒരൽപ്പം മയക്കാൻ വേണ്ടി മദ്യം തരട്ടെയോ എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടുണ്ട്. ഒരൽപ്പം മയക്കാൻ വേണ്ടി ഒരു മരുന്നെന്ന നിലക്ക് വേറെ ഒന്നും ശമനം ചെയ്യാതെ വന്നപ്പോ ഒരു ഖംർ, ഒരൽപ്പം മദ്യത്തിന്റെ ഭാഗം തരട്ടെയോ, അത് കുടിച്ചാൽ നിങ്ങൾക്ക് ബോധം പോയാൽ നിങ്ങളുടെ മുറിവ് ഞങ്ങൾക്ക് എന്തെങ്കിലും തുന്നിപ്പിടിപ്പിക്കാം. ഫറൂഖ് റളിയല്ലാഹു അൻഹു അതിന് സമ്മതിച്ചില്ല. മഹാനവറുകൾ പറഞ്ഞു, അല്ലാഹു ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞത് എൻ്റെ മരണസമയത്ത് പോലും എനിക്ക് തരല്ലേ. ആ വേദന സഹിക്കലാണ് മദ്യമിന്റെ വായിലേക്ക് പോകുന്നതിനേക്കാളും എനിക്ക് ഖൈർ. ഞാനത് സഹിച്ചുകൊള്ളാം. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ ഒരു ചരിത്രമുണ്ട്. ഇങ്ങനെ കാല് മുറിക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ ഡോക്ടർമാർ നസ്ഖീക ഖംറൻ, ഞങ്ങൾ നിങ്ങൾക്ക് ഒരൽപ്പം മദ്യം നൽകട്ടെയോ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് സ്വന്തം കാല് പച്ചയിൽ മുറിക്കാൻ അനുമതി കൊടുത്ത മഹാനായ താബിഈയുണ്ട്, അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ മകൻ. നസ്ഖീക ഖംറൻ, ഞങ്ങൾ മദ്യം തരട്ടെയോ അമീറുൽ മുഅ്മിനീനെ എന്ന് പറഞ്ഞപ്പോ എനിക്കത് തരല്ലേ, അള്ളാഹു അനുവദിക്കാത്തത് എനിക്ക് വേണ്ട എന്ന് അവിടെ വന്ന ആളുകൾ മുഴുവൻ കേൾക്കെ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിസമ്മതിക്കുന്നത് നമ്മൾ അറിയണം. ലഹരിക്ക് പിന്നാലെ ഓടുന്ന യുവതലമുറ അറിയണം, ലഹരി എന്നത് മനുഷ്യന്റെ ബുദ്ധിയെ മയക്കി കിടത്തുന്നതാണ്. ഏതൊന്നാണോ ബുദ്ധിയെ മറച്ചു വെക്കുന്നത് അത് മുസ്കിറാണ്, അതിന്റെ വിധി ഹറാമാണ് എന്ന് അറിയാത്തവരാണെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കണം. അത് പൗഡർ ആവട്ടെ, ഇഞ്ചക്ഷൻ ആവട്ടെ, സ്മെല്ല് ചെയ്യുന്നതാവട്ടെ, കുടിക്കുന്നതാവട്ടെ, തിന്നുന്നതാവട്ടെ, എന്താവട്ടെ, നാവിനടിയിൽ വെച്ചുകൊണ്ടാവട്ടെ, ഏതെല്ലാം ലഹരിയുണ്ടോ ആ ലഹരി ശരീരത്തിലേക്ക് വെച്ചു കൊടുക്കുന്നത് അല്ലാഹു തന്ന ശുദ്ധമായ പ്രകൃതത്തെ മലിനപ്പെടുത്തുന്നതിന് തുല്യമാണ്. നമ്മുടെ പ്രവർത്തകന്മാർ വരുന്നുണ്ട്, ബക്കറ്റുമായി നമ്മൾ സമീപിക്കുന്നുണ്ട്. എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന നല്ലൊരു സഹായം നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിക്ക് നിങ്ങളെല്ലാവരും സഹായം ചെയ്യണം. അല്ലാഹു ജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തകന്മാർ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ എല്ലാവരും കഴിവിൻ്റെ പരമാവധി അവരെ സഹായിക്കണം. നമ്മുടെ ഈ പരിപാടി നമ്മുടെ ദാറുൽ അൻവാർ സ്ഥാപനത്തിൻ്റെ മുറ്റത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിന് ഒരിക്കലും ഒരു ബാധ്യതയാവരുത് നമ്മുടെ ഈ പരിപാടി. എല്ലാവരും സഹായിക്കണം. ഒരുപാട് മക്കൾ പഠിക്കുന്ന സ്ഥാപനമാണ്. ഇവിടെ അവർക്ക് വേണ്ടി താമസവും ഭക്ഷണവും ഒരുക്കുന്ന ഒരു വീടാണിത്. ഇതിൻ്റെയൊക്കെ ഒരുപാട് ചെലവുണ്ട്. എന്തെങ്കിലും മിച്ചം വന്നാൽ ഈ സ്ഥാപനത്തിനുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും നഖമഴിഞ്ഞ് സഹായിക്കണേ. ഒരു 3 സ്വലാത്ത് ചൊല്ലിയിരിക്കാം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. എല്ലാവരും ഒന്ന് എണീക്കാൻ പറ്റുന്ന വേദിയിലുള്ളവരല്ല, സ്റ്റേജിലുള്ളവർ എണീക്കരുത്. സദസ്സിലുള്ളവരൊന്ന് എഴുന്നേറ്റ് ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞ് നല്ല റാഹത്തിലിരിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് പറഞ്ഞ സമയത്തിലേക്ക് എത്താൻ ഇനി അരമണിക്കൂറും 10 മിനിറ്റേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് 40 മിനിറ്റോടുകൂടെ ഞാൻ അവസാനിപ്പിക്കും. ഞാൻ ഇടയ്ക്ക് തിരക്കുണ്ടെങ്കിൽ പോയിക്കോളിട്ടാ. ഇൻഷാ അല്ലാഹ് സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ
وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ആമീൻ. ഹബീബായ നബിയുടെ ഹദറത്തിലേക്ക് ഈ സ്വലാത്തുകൾ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അവിടുത്തോടൊരു ആത്മീയമായ ബന്ധം ഞങ്ങൾക്ക് നീ ഉണ്ടാക്കി തരണേ റബ്ബേ. അവിടുത്തെ ശഫാഅത്തിന് അർഹരാക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ. നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് ഈ ദീനിൽ യാതൊരു സ്ഥാനവുമില്ലല്ലോ എന്ന് പറഞ്ഞ് ആ നേരത്ത് നിസ്കരിക്കുകയാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ. നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടി നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണേ. അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. ഫർളുകൾ അള്ളാഹു സ്വീകരിക്കും. ആ ഫർളുകൾ കഴിഞ്ഞിട്ടേ അള്ളാഹുവിന് സുന്നത്തുകൾ വേണ്ടൂ എന്ന് മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ വസിയത്ത് ഓർമ്മയില്ലേ? ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ. ഒരാഘോഷമുണ്ടെങ്കിൽ അന്ന് നിസ്കാരമില്ല. വീട്ടിലൊരു സൽക്കാരമോ വിവാഹമോ ഉണ്ടെങ്കിൽ വിവാഹത്തലേന്നില്ല, വിവാഹത്തിന്റെ അന്നില്ല. പുതിയാപ്പിളക്ക് നിസ്കാരമില്ല, തേടിപ്പോകുന്ന പെണ്ണുങ്ങൾക്കില്ല, കൂടെ പോകുന്നവർക്കില്ല, കുട്ടികൾക്കില്ല. ആരും നിസ്കരിക്കാതെ എങ്ങനെയാണ് ഒരു ദിവസം കഴിച്ചു കൂട്ടുന്നത്? മേക്കപ്പ് പോകുമോ? അലങ്കാരം നഷ്ടപ്പെടുമോ? ഭംഗി കുറഞ്ഞു പോകുമോ? ഈ പേടിയും പറഞ്ഞ് ജോലിത്തിരക്ക് ആ ഒരു വിവാഹത്തിന്റെ ദിവസം എത്ര ഖൈറായ, അള്ളാഹുവിന് നന്ദി ചെയ്യേണ്ട, ശുക്ർ ചെയ്യേണ്ട ദിവസം, അള്ളാഹു ഒരു നിഅ്മത്ത് തരുന്ന ദിവസം റബ്ബിനോട് തിരിച്ച് ശുക്ർ ചെയ്യേണ്ടതിന് പകരം നമ്മൾ നിസ്കരിക്കാതിരിക്കുകയോ? അങ്ങനെ വന്നാൽ പിന്നെ എന്ത് ബറക്കത്താണ് ആ വിവാഹത്തിനുണ്ടാകുന്നത്, ആ വീട്ടിലുണ്ടാകുന്നത്? ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ. ഉമർ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന, ഷഹീദാവാൻ കിടക്കുന്ന നേരം ഉമ്മത്തിന് തന്ന വലിയൊരു ഉപദേശമാണിത്. നിസ്കാരമില്ലാത്ത ആൾക്ക് ഈ ഉമ്മത്തിൽ ഒരു സ്ഥാനവുമില്ല, ഒരർഹതയുമില്ല. അതുകൊണ്ട് എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞ് ഖളാ ആയി പോയ, ഖളാ എന്ന് പറഞ്ഞാൽ അദാ ആയി ഇമാമായി നിസ്കരിക്കുമ്പോഴാണ് അബൂ ലുഅ്ലുഅ എന്ന് പറഞ്ഞ ദുഷ്ടനായ മനുഷ്യൻ, മജൂസിയായിരുന്ന, തീ ആരാധകനായിരുന്ന, പേർഷ്യക്കാരനായിരുന്ന ആള് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റത്ത് വന്ന് കുത്തുന്നത്. ആ കുത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത്. മഹാനവറുകളെ സന്ദർശിക്കാൻ വന്ന എത്രയോ ആളുകൾ, ചെറുപ്പക്കാർ സന്ദർശനത്തിന് വേണ്ടി വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ കണ്ടുകൊണ്ട് പറഞ്ഞു, ഇർഫഅ ഇസാറക്, നിങ്ങളുടെ വസ്ത്രമൊന്ന് ഉയർത്തേണമേ. ഒരു ചെറുപ്പക്കാരൻ ഉമറന്നവരെ ആശ്വസിപ്പിച്ച് പോവുകയാണ്. ആ പോകുന്ന പോക്കില് ആ ചെറുപ്പക്കാരന് ഒരു ഉപദേശം ഫാറൂഖ് റളിയല്ലാഹു അൻഹു നൽകി, ഇർഫഅ ഇസാറക്, നിങ്ങളുടെ വസ്ത്രം ഞെരിയാണിക്ക് താഴെയാണല്ലോ, ഉയർത്തേണമേ എന്ന്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു റുദ്ദ അലയ്യ ശാബ്, ആ ചെറുപ്പക്കാരനോട് തിരിച്ചു വരാൻ വേണ്ടി പറയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനവറുകൾ തിരുത്തുന്നത്. രോഗശയ്യയിൽ സക്കറാത്തിന്റെ നേരത്ത് കിടക്കുമ്പോൾ ഒരു നസീഹത്ത് നൽകുകയാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങളെ നമുക്ക് പുറത്തു തരട്ടെ, അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. ഈ സാരോപദേശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹുവേ നീ സഹായിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന നേരത്തെ ഒരു മസ്അലയെ സംബന്ധിച്ച് പറയുമായിരുന്നു. വല്ലിപ്പയും മക്കളും, വല്ലിപ്പയും സഹോദരങ്ങളും അനന്തരാവകാശികളായി വരുമ്പോഴുള്ള മസ്അല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ അഭിപ്രായം ഇന്നതാണ്. ഒരു ഫിഖഹിന്റെ മസ്അലയാണ്. ആ മസ്അല പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വാപ്പ മരിക്കുമ്പോൾ വല്ലിപ്പയും ഈ വാപ്പയുടെ സഹോദരങ്ങളുമാണ് ജീവിച്ചിരിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് ഓഹരി വെക്കേണ്ടത് എന്ന്, സ്വത്തിന്റെ ഓഹരി വെക്കേണ്ട മസ്അല ഉമർ തങ്ങൾ പറയുന്നു, എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇത് പറഞ്ഞപ്പോ
മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ അഭിപ്രായം വളരെ നല്ല അഭിപ്രായം തന്നെ. എന്നാൽ അതിലും നല്ലൊരു അഭിപ്രായം നിങ്ങളുടെ മുൻഗാമിയായ സാബിഖായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെയും അഭിപ്രായം, നിങ്ങളുടെ രണ്ടുപേരുടെയും ഇജ്തിഹാദുകൾ രണ്ടും ശരി തന്നെ. അല്ലാഹു നിങ്ങൾക്ക് കൂലി തരട്ടെ. അപ്പോ അവിടെ ചോദിക്കുകയാണ്, അമീറുൽ മുഅ്മിനീൻ, മരിക്കാൻ കിടക്കുമ്പോ, വഫാത്താകാൻ കിടക്കുമ്പോ അനന്തര സ്വത്തിന്റെ മസ്അലയാണോ നിങ്ങൾ പറയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ആ ഒരു ഇൽമ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നുകൊണ്ട് മരിക്കലല്ലയോ, അത് പഠിപ്പിച്ചു തരാതെ മരിക്കുന്നതിനേക്കാളും ഖൈർ. ഇൽമ് മറച്ചു വെക്കുന്നത് കുറ്റകരമാണ്. അറിയുന്ന അറിവ് പകർന്നു കൊടുക്കണം. അത് പിടിച്ചു വെക്കരുത്, അത് പൂഴ്ത്തി വെക്കരുത്. അറിയിച്ചു കൊടുക്കാനുള്ളതാണ്, അത് അറിയിച്ചു കൊടുക്കണം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ചില ഹദീസുകൾ മരണാസന്നരായ നേരത്താണ് പറഞ്ഞു കൊടുത്തത്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നഹ്. സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹു യോഗ്യത നൽകുന്ന ആളുകളുടെ മിനിമം ക്വാളിഫിക്കേഷൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് വിശ്വസിക്കുന്ന ആളുകൾക്ക് നാളെ സ്വർഗമുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, ഞാനത് ആളുകൾക്ക് പോയി പറഞ്ഞു കൊടുക്കട്ടെയോ? ഇപ്പൊ വേണ്ട മുആദേ, ഇപ്പോൾ പറഞ്ഞാൽ ഫയത്തക്കിലൂ, ആളുകൾ ഒരു പണിയും എടുക്കാതെ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചുവല്ലോ എന്ന് പറഞ്ഞ് അമല് ചെയ്യാതെ അവിടെ ഇരിക്കും. അവർക്ക് നാളെ സ്വർഗത്തിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ മാത്രം കിട്ടിയാൽ പോരാ, സ്വർഗത്തിൽ കയറുക എന്നത് മാത്രമല്ല, സ്വർഗത്തിന്റെ അഅലൽ ഇല്ലീൻ, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതങ്ങളിലേക്ക് എത്തുകയാണ് വേണ്ടത്. അതുകൊണ്ട് അവർ പണിയെടുക്കണം, അതിന് അധ്വാനിക്കണം. മിനിമം ക്വാളിഫിക്കേഷൻ കിട്ടാൻ ഇത് മതി. പക്ഷേ സ്വർഗത്തിലെത്തിയാൽ മനുഷ്യന്റെ മനസ്സ് മാറും. ഗൾഫിലേക്ക് ഇവിടുന്ന് ആദ്യമൊക്കെ പോകുമ്പോൾ അങ്ങനെയല്ലേ പറയാ, എനിക്കൊരു വിസ കിട്ടിയാൽ മതി എന്നാ പറയാ. ഒരു വിസ കിട്ടിയാൽ മതി, എന്തായാലും കുഴപ്പമില്ല. ശമ്പളം അതും എനിക്ക് കുഴപ്പമില്ല. അത് എന്ത് ശമ്പളാണ്? അപ്പൊ നീയല്ലോടെ പറഞ്ഞത് പോരുമ്പോ ഇതൊന്നും വേണ്ടെന്ന്. അതിപ്പോ എനിക്കപ്പോ അറിയില്ല. ഇതന്നെ സ്വർഗത്തിന്റെ അവസ്ഥ. അങ്ങോട്ട് കയറിയാൽ മതി എന്ന് മാത്രം ചോദിക്കരുത്. തങ്ങൾ പറഞ്ഞു, സലുല്ലാഹൽ ഫിർദൗസൽ അഅല. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ, അടച്ചോനെ സ്വർഗത്തിന്റെ ഏതെങ്കിലും വരാന്തീക്കണ്ട് കയറ്റി തന്നാൽ മതി, അങ്ങനെയൊന്നും അല്ല ചോദിക്കേണ്ടത്. അള്ളാഹുവേ, സ്വർഗം എന്നത് ലോകങ്ങളാണ്. സ്വർഗത്തിന് 100 തട്ടുകൾ. ശുഹദാക്കൾക്ക് മാത്രം അള്ളാഹു ഒരുക്കിയ സ്വർഗത്തിന് 100 തട്ടുകളുണ്ട്. ഓരോ തട്ടിന്റെയും വ്യത്യാസം മാ ബൈന സമാഇ വൽ അർദ്, ഭൂമിയും ഒന്നാനാകാശവും തമ്മിലുള്ള ദൂരമാ. ഒന്നാനാകാശം ഇതുവരെ കണ്ടെത്താത്ത സാധനമാ, എവിടെയെന്ന് പോലും അറിയില്ല. നക്ഷത്രങ്ങളുടെ ബാക്കില, കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ സമൂഹങ്ങളുള്ള ലോകമാണിത്. വലഖദ് സയ്യന്ന സമാഅ ദുനിയാ ബിമസാബിഹ്. ഒന്നാനാകാശത്തിന്റെ താഴെയാ സർവ്വ നക്ഷത്രങ്ങളും കിടക്കുന്നത്. അതെവിടെയാണെന്ന് ഇപ്പോഴും സയൻസിന് കണ്ടെത്താൻ പറ്റിയില്ല. അടുത്തൊരു 100 കൊല്ലം ഉള്ളിൽ കണ്ടെത്തും ഇൻഷാ അല്ലാഹ്. എന്നാ പിന്നെ 2ഉം കൂട്ടും 3ഉം 4ഉം 5ഉം 6ഉം 7ഉം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്. സബ്അ സമാവാതിൻ തിബാഖാ. ഇത് കണ്ടെത്താൻ കഴിയും ഇൻഷാ അല്ലാഹ്. അത് ഖുർആനിന്റെ മുഅ്ജിസത്ത് തുടരുകയാണപ്പോ. ഖുർആനിന്റെ വലിയൊരു മുഅ്ജിസത്ത് അന്ന് സാധ്യമാകും. എവിടെയാണ് ഏതാണ് ഈ നക്ഷത്രങ്ങളുടെ അതിർത്തി എന്ന് കണ്ടെത്തിയാൽ, ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അത് കണ്ടെത്തും. കാരണം അത് ഭൗതിക ലോകത്തിന്റെ ഭാഗമാണ്, അദൃശ്യലോകമല്ല, ദൃശ്യപ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങളാണ്. ആ ഒരു ദൂരമാണ് ഒന്നാനാകാശവും സ്വർഗത്തിലെ ഒരു നിലയിൽ നിന്ന് അടുത്ത നിലയിലേക്കുള്ള ദൂരം. അപ്പൊ 2 നിന്ന് 3, അപ്പൊ 95 96ലേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ വെറുതെ അവിടെ കയറി വിസിറ്റ് ചെയ്യാൻ മതി എന്ന് പറഞ്ഞ് പോകണ്ട. അവിടെ ഉന്നതമായ സ്വർഗലോകം തരണം എന്ന് അല്ലാഹുവിനോട് ചോദിക്കണം. സലുല്ലാഹൽ ഫിർദൗസൽ അഅല ഫഇന്നഹാ വസതുൽ ജന്ന വഅലാഹാ വഫൗഖഹാ അർശുർ റഹ്മാൻ. ഫിർദൗസ് ചോദിക്കണം അല്ലാഹുവിനോട്. ആ ഫിർദൗസായ സ്വർഗത്തിന്റെ മീതെയാണ് അല്ലാഹുവിന്റെ അർശുള്ളത്. സ്വർഗത്തിന്റെ ഉന്നതമാണത്, സ്വർഗത്തിന്റെ മധ്യമാണത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണേ, ദുനിയാവിൽ ഒരു 5 സെന്റിലൊരു വീട് വെക്കണമെങ്കിൽ എത്ര കഷ്ടപ്പെടണം, എത്ര അധ്വാനിക്കണം. സ്വർഗത്തിലൊരു വീട് കിട്ടണമെങ്കിൽ എത്ര പെട്ടെന്നാ നബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ സ്വല്ലാ ലില്ലാഹി 12 റക്അ, 12 റക്അത്ത് സുന്നത്ത് ആരെങ്കിലും ഒരു ദിവസം അല്ലാഹുവിനെ നിർവഹിച്ചാൽ
അള്ളാഹു അവർക്ക് സ്വർഗത്തിലെ കൊട്ടാരം പണിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 റക്അത്ത് സുബഹിക്ക് മുമ്പ്, 4 ളുഹറിൻ്റെ മുമ്പ്, 2 റക്അത്ത് ശേഷം, 2 മഗ്രിബിന് ശേഷം, 2 ഇശാഇന് ശേഷം 12 റക്അത്ത് നിസ്കരിക്കുന്നതോടുകൂടെ സ്വർഗത്തിലെ വീട് കിട്ടും. പിന്നെ തങ്ങൾ പറഞ്ഞു 11 ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ ഉമറേ അള്ളാഹു സ്വർഗത്തിൽ നിങ്ങൾക്ക് കൊട്ടാരം പണിതു തരും. 1 മിനിറ്റിൻ്റെ ഉള്ളിൽ, ഒരൊറ്റ മിനിറ്റിൻ്റെ ഉള്ളിൽ 10 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാൻ പറ്റും. 11 ഖുൽ ഹുവല്ലാഹു അഹദ് ചിലപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ഓതാൻ പറ്റിയേക്കാം. സാവകാശം ഓതാ വേണ്ടത്, എന്നാലും അത്ര ചെറിയ സൂറത്ത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി എന്നാ സ്വർഗത്തിലെ ഞങ്ങളുടെ വീടുകൾ കുറേ കൂടുട്ടോ നബിയെ, ഞങ്ങൾ നല്ലോണം ചെല്ലാൻ പോവാണ്. നബി തങ്ങൾ പറഞ്ഞു, ഉമറേ നിങ്ങൾ ചൊല്ലിക്കോളൂ, അല്ലാഹു അസിയദു അക്തറു, അള്ളാഹുവിന് ഒരുപാട് തരാൻ കഴിയും ഉമറേ. സ്വർഗം എന്നത് 10 സെന്റ് ഭൂമി 1 ഏക്കറൊന്നല്ല ഒരാൾക്ക് കൊടുക്കുന്നത്, ലോകമാണ്. ലോകം, ഏറ്റവും ചെറിയ സ്വർഗത്തിൻ്റെ പ്രതിഫലം പോലും ഈ ലോകത്തെ വലിയൊരു രാജാവിന് കൊടുത്ത അദ്ദേഹത്തിൻ്റെ കിങ്ഡം എത്ര വലുതാണോ അതിൻ്റെ 10 ഇരട്ടിയാണ് ഒരു അമലും ഇല്ലാതെ വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയുമായി വരുന്നവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും, ഉംറയും, സ്വതക്കയും, ദാനധർമ്മങ്ങളും, ഇൽമും, അമലുമായി വരുന്ന ആളുകൾക്ക് അള്ളാഹ് കൊടുക്കുന്ന ലോകത്തിൻ്റെ വലുപ്പം എത്രയാണ്. സ്വർഗം എന്നതൊരു പഞ്ചായത്തോ ഒരു വാർഡൊന്നല്ല അള്ളാഹ് കൊടുക്കുന്നത്, ലോകങ്ങളാണ് കൊടുക്കുന്നത്. യാ അല്ലാഹ്, അതുകൊണ്ട് അള്ളാഹുവിനോട് ജന്നത്തുൽ ഫിർദൗസ് ചോദിക്കണേ. സലുല്ലാഹൽ ഫിർദൗസൽ അഅല, അള്ളാഹു സ്വർഗത്തിലെ ഉന്നതങ്ങളെ അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത്ര വലിയ അള്ളാഹുവിൻ്റെ സ്വർഗലോകത്തേക്കാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത്. പടച്ച തമ്പുരാൻ അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്. ആ കലിമ ചൊല്ലുന്നവർക്ക്, ആ അഖീദയുള്ളവർക്ക് സ്വർഗമുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ചെരുപ്പും പിടിച്ചിട്ട് വരെ സാക്ഷി പറഞ്ഞുകൊണ്ട് ഓടിയിട്ടുണ്ട്. പക്ഷെ തങ്ങൾ മുആദ് തങ്ങളോട് പറഞ്ഞു, മുആദ് ഇപ്പൊ പറയണ്ട എന്ന് പറഞ്ഞു. മുആദ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയമായ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് അവരെത്തണം. അഷ്റഫുൽ ഖൽഖിന്റെ അസ്ഹാബുകളല്ലേ, അവരൊക്കെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് എത്തണം എന്ന് നബി തങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഇപ്പൊ പറയണ്ട എന്ന് പറഞ്ഞു. പക്ഷേ മരണത്തിന്റെ മുമ്പ് ആ അറിവ് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ മഹാനായ മുആദ് എന്നവർ ഉമ്മത്തിനോട് പറയുകയാണ് ഉണ്ടായത്. യാ അല്ലാഹ്, ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഹബീബിന്റെ ഒട്ടകപ്പുറത്ത് ഇരുത്തിയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കെ വലിയ ഒരു വസിയത്ത് ചെയ്തത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്, മോനെ നിങ്ങൾക്ക് ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, അല്ലാഹുവിനെ സൂക്ഷിക്കണമേ, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്, നമ്മുടെ വിദ്യാർത്ഥിനികളോട്, യുവാക്കള്, യുവതികളോട് ഇഹ്ഫദില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ തജിദുഹു തുജാഹക്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ അല്ലാഹു പരിഹാരവുമായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. وإذا سألت فاسأل الله وإذا استعنت فاستعن بالله, അല്ലാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ്, റബ്ബിനോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്, സഹായമർത്ഥിക്കേണ്ടത്. ഏത് മനുഷ്യനോടോ, അല്ലാഹുവിൻ്റെ ഒരു ആരിഫിനോടോ, ഒരു വലിയനോടോ, ഒരു സ്വാലിഹിനോടോ നിങ്ങൾ ഇസ്തിശ്ഫാ ചെയ്താലും അവരോട് സഹായമർത്ഥിച്ചാലും അതിൻ്റെ ദാതാവ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെയാണ്. അള്ളാഹുവിലൂടെ, അവൻ്റെ സൃഷ്ടികളിലൂടെ അള്ളാഹു ചെയ്യുന്നതാണ് എല്ലാ തരത്തിലുമുള്ള നമുക്ക് ലഭിക്കുന്ന ആശ്വാസങ്ങളും സഹായങ്ങളും. അള്ളാഹു ആകാശത്തുനിന്ന് പൈസ വേണം റബ്ബേ, സമ്പത്ത് വേണമെന്ന് ചോദിച്ചാൽ ആകാശലോകത്ത് നിന്നല്ലാതെ മഴയായി പെയ്യുന്നത് മനുഷ്യരുടെ കൈകളിലൂടെയാണ് അള്ളാഹു തരുന്നത്. എന്നാൽ അവരാ തരുന്നത് അള്ളാഹുവാണ്, അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനം അള്ളാഹുവിൻ്റെ ഖമാണ്. നിങ്ങളുടെ അസുഖം മാറാൻ വേണ്ടി എല്ലാവരും അധ്വാനിക്കാൻ തുടങ്ങി, ചികിത്സക്ക് ഫണ്ട് ശേഖരിക്കാൻ തുടങ്ങി. നിങ്ങളുടെ മക്കളെ കെട്ടിക്കണം, അതിന് സഹായം ചെയ്യാൻ എല്ലാവരും തീരുമാനിച്ചു. ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ജനങ്ങളെല്ലാവരും ഒരാളും വിട്ടുപോകാതെ, 7 ബില്യൺ ആളുകളുണ്ടെന്നാ പറയ ലോകത്ത്,
ആ 7 ബില്യൺ ആളുകളും അതിൽപ്പെട്ട ഒരാളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു എന്നിരിക്കട്ടെ, അള്ളാഹു നിങ്ങൾക്ക് എന്താണോ നിശ്ചയിച്ചത് അത് മാത്രമേ അവർക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുകയുള്ളൂ മോനെ. ആളുകൂടി എന്ന് വിചാരിച്ച് അവരെ കൊണ്ട് ചെയ്യാൻ കഴിയണമെന്നില്ല. ഈ ആളുകളെ മുഴുവൻ അവരുടെ ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. നിങ്ങളെ വധിക്കണമെന്നോ കൊല്ലണമെന്നോ ഇല്ലായ്മ ചെയ്യണമെന്നോ തകർക്കണമെന്നോ അപമാനിക്കണമെന്നോ ലോകത്തുള്ള മുഴുവൻ ആളുകളും തീരുമാനിച്ചു. എല്ലാ വ്ളോഗർമാരും, എല്ലാ ചാനലുകാരും, എല്ലാ മീഡിയക്കാരും തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് സംഭവിക്കണമെന്ന് റബ്ബ് തീരുമാനിച്ച ഒരു പരീക്ഷണമാണെങ്കിൽ മാത്രമേ അത് അവരുടെ കൈകളിലൂടെ അല്ലാഹു നടത്തുകയുള്ളൂ. ഇല്ലേ അവരാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഖളാ ആണ് നടക്കുന്നത്. അള്ളാഹുവിന്റെ ഖളാ ആണ് മോനെ നടക്കുന്നത്. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹഫ്, പേനകൾ ഉയർത്തപ്പെട്ടു. മലക്കുകളാണ് മനുഷ്യരുടെ ഖദർ ഖളാഉകൾ എന്ന് രേഖപ്പെടുത്തിയത് ലൗഹുൽ മഹ്ഫൂദിൽ. അള്ളാഹു പറഞ്ഞതനുസരിച്ച് പേനകൾ ഉയർത്തപ്പെട്ടു മോനെ, പേജുകൾ ഉണങ്ങിക്കഴിഞ്ഞു. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹഫ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു കൊച്ചുമോനെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചത് എത്ര മനോഹരമാണിത്. വല്ലാത്തൊരു വസിയ്യത്താണ്. നമ്മുടെ മക്കൾ ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ, സ്കൂളിലേക്ക് പോകുമ്പോൾ, കോളേജുകളിലേക്ക് പോകുമ്പോൾ മോനെ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ. നിങ്ങൾ പല ജെൻഡറും ഒരുമിച്ച് കൂടുന്ന നിങ്ങളുടെ ക്ലാസ് റൂമുകൾ, നിങ്ങൾ യാത്ര ചെയ്യുന്നത്, നിങ്ങൾ സ്റ്റഡി ടൂർ പോകുന്നത്, നിങ്ങളുടെ ക്യാമ്പസിൽ നടക്കുന്ന ഫെസ്റ്റിവലുകൾ, അവിടുത്തെ പ്രോഗ്രാമുകൾ, ഇതിലൊക്കെ കണ്ണും മനസ്സും കാതും സൂക്ഷിക്കേണ്ടതുണ്ട്. മോനെ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ നിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായിരുന്ന സ്വഹാബി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത് മുസ്തജാബുദ് ദഅവ, ദുആഇന് ഉത്തരമുള്ള സ്വഹാബി എന്ന അർത്ഥത്തിലാണ്. സഅദ് തങ്ങൾ നബിയോട് വന്ന് ചോദിച്ചതാണ്, യാ റസൂലല്ലാഹ്, പുന്നാര നബിയേ, ഉദ്ഉല്ലാഹ അൻ യജ്അലനി മുസ്തജാബദ് ദഅവ, അല്ലാഹുവിനോടൊന്ന് ദുആ ഇറക്കണേ നബിയേ, എൻ്റെ ദുആഇന് ഉത്തരം വേണം, ദുആക്ക് ഉത്തരമുള്ള ആളാവണേ അല്ലാഹ് എന്ന്. നബിയേ, എനിക്ക് വേണ്ടി അങ്ങ് ദുആ ഇറക്കണേ നബിയേ, അല്ലാഹു എന്നെ ദുആക്ക് ഉത്തരമുള്ള ആളാക്കി തരണം. ഹബീബായ നബി തങ്ങളോട് സഅദ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പറഞ്ഞു, സഅദേ, അത്യിബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, അതായത് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ സമ്പത്ത് ഹലാലായ വരുമാനമാണെങ്കിൽ ആ ഓരോ മനുഷ്യരുടെ ദുആക്ക് ഉത്തരം ഉണ്ടാവും. മുഅ്മിനീങ്ങളാണെങ്കിൽ ഹലാലാണ് തിന്നുന്നതെങ്കിൽ, തിന്നുക പറഞ്ഞ വെറും തിന്നൽ കുടിക്കൽ മാത്രമല്ല, നിങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾ കഴിക്കുന്നത്, നിങ്ങൾ ഉടുക്കുന്നത്, പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ അതിലില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയുമെങ്കിൽ. ഞാൻ ചോദിക്കല്ല, നിങ്ങളോട് അതിന് ഉത്തരം പറഞ്ഞാൽ മതി. ബാങ്കുമായി ഇടപെട്ട് പലിശ കൊടുക്കാനോ വാങ്ങാനോ ഇല്ലാത്ത എത്ര വീട് നമ്മുടെ മഹല്ലിൽ കാണും. നമ്മുടെ വീടിൻ്റെ ആധാരം, സ്ഥലത്തിൻ്റേത്, ഗോൾഡ് ഓർണമെൻറ്റ്സുകൾ, ഇതൊക്കെ കൊണ്ടുപോയി പണയപ്പെടുത്തി പലിശ വാങ്ങിക്കാത്ത എത്ര വീടുകൾ നമ്മുടെ നാട്ടിലുണ്ടാവും മുസ്ലിമീങ്ങളുടെ. നമ്മൾ പറയും പലിശ എന്നത് വൻപാപങ്ങളിൽപ്പെട്ട പാപമാണ്. അതിലേറ്റവും ചെറുത് എന്ന് പറയുന്നത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനോളം ഗുരുതരമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ചെറിയ പലിശ നമ്മൾ പറയില്ലേ, അവിടെ പലിശ കുറവാണ്, ആ ചെറുത് ഇത്ര ഗുരുതരമാണ്. അപ്പം അത് കൊടുക്കുകയും വാങ്ങിക്കുകയും ഒരു മടിയുമില്ലാതെ പലിശ തരാം, മാസാമാസം ഇത്ര അടച്ചു തരാം, അത് അടച്ചു തീർത്താൽ പിന്നെ വേറൊന്ന് കൊണ്ടുപോയി വെക്കും. അപ്പം തന്നെ ചിലർക്ക് ഇതൊരു ലഹരിയാണ്. ബാങ്കിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ ഉറക്കം വരില്ല. ഇങ്ങനത്തെ ആളുകളുടെ ദുആക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ്?
വമത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു. തിന്നുന്നതും കഴിക്കുന്നതും വീടും വണ്ടിയും കുട്ടികളുടെ പഠനവും ഒക്കെ പലിശയാണ്. എങ്ങനെ അള്ളാഹു ഉത്തരം തരാനാണ്? ബാങ്കുകളുടെ ജോലിക്ക് നല്ല ശമ്പളം ഉണ്ടാവും, ചിലപ്പോൾ മത്സരമൊക്കെയാണ് ബാങ്കിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അള്ളാഹു യുദ്ധം ചെയ്ത ഒരു പരിപാടി വേണം എന്ന് നമ്മൾ പറയുന്നത് പോലും എത്ര വലിയ തെറ്റാണ്. എത്ര ഹലാലായ ഓപ്ഷനുകൾ ലോകത്തുണ്ട്, എത്ര ഹലാലായ ജോലികൾ ലോകത്തുണ്ട്. പലിശയുമായി ഡയറക്റ്റ് ബന്ധമുള്ള ജോലികൾ നമുക്ക് പാടില്ലാത്തതാണ്. വരുമാനം കുറവായിട്ടല്ല, നല്ല ശമ്പളം ഉണ്ടായിരിക്കും, നല്ല വരുമാനമായിരിക്കും, പക്ഷെ നമുക്കത് പാടില്ല. അപ്പോഴൊക്കെയാണ് ഈമാനും തഖ്വയും ബോധ്യപ്പെടുക. അവിടെയാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ മക്കളെ ഒരു ബാങ്കിലൊക്കെ ജോലി കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ വലിയ അഭിമാനത്തോടു കൂടെ പറയും, മോൻ HSBCയിലാണ് ജോലി എടുക്കുന്നത്, എൻ്റെ മോൻ ബാർക്ലേസിലാണ് ജോലി ചെയ്യുന്നത്, വലിയ വലിയ വെസ്റ്റേൺ ബാങ്കുകളിൽ. അത്ഭുതത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ പറയാം. പലിശയല്ലേ അത്? അവർ തിന്നുന്നത്, അവർ നിങ്ങൾക്ക് അയച്ചു തരുന്നത്, അവരുടെ സമ്പാദ്യം കൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നത് ഒക്കെ പലിശയായി പോയില്ലേ? ഫഅന്നാ യുസ്തജാബു ലഹു. എങ്ങനെയാണ് അവർക്ക് ദുആഇന് ഉത്തരം കിട്ടുന്നത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് റളിയല്ലാഹു അൻഹു, നബിയേ അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അയ്യജഅലനി മുസ്തജാബദ് ദഅവ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ അങ്ങ് ദുആ ഇരക്കണം. ഹബീബിന്റെ മറുപടി ഒരേ ഒരു വാക്കാണ്, അത്ഇബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. സഅദേ, നിങ്ങൾ കഴിക്കുന്നത് ഹലാലാണ്, ത്വയ്യിബാണ് എന്ന് ഉറപ്പുവരുത്തുക. നല്ലതാവണം, ഹലാലുമാവണം. ഹലാലും ത്വയ്യിബും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ചില കാർബണേറ്റഡ് ഡ്രിങ്കുകൾ, പെപ്സി, കോള, സെവനപ്പ് എന്നൊക്കെ പറയില്ലേ, അതെന്താ സംഭവം? ഹലാലാണോന്ന് ചോദിച്ചാൽ ഹലാലാണ്, എന്നാ ത്വയ്യിബാണോ? അല്ല, തടി കേടാവും, തടി കേടാവും. അപ്പോൾ അത് ത്വയ്യിബല്ല. എന്നാ പിന്നെ ഹറാം കാറ്റഗറിയാണോ? ഹറാം കാറ്റഗറി ഒന്നുമല്ല, അത് ഹലാൽ തന്നെയാണ്, ഹലാൽ ബീവറേജ് ആണ്. പക്ഷേ അത് ഹാനികരമാണ്, നിങ്ങളുടെ ഹെൽത്തിനെ സീരിയസ്ലി ഡാമേജ് ചെയ്യും. അത്തരം പാനീയങ്ങൾ നമ്മളോട് കഴിക്കരുതെന്നാണ് പറഞ്ഞത്. അല്ലാഹു തആല തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്ക് പേടിപ്പിക്കൊന്നും വേണ്ട. അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അൺഹെൽത്തി ഡ്രിങ്കുകൾ നിങ്ങൾ കുടിക്കരുത്, അൺഹെൽത്തി ഫുഡ് നിങ്ങൾ കഴിക്കരുത്. ഹലാലും ത്വയ്യിബുമേ അള്ളാഹുവിന് വേണ്ടു. ഒന്ന് ഹലാലായ സമ്പാദ്യം, ഹലാലായ ഭക്ഷണമായിരിക്കണം. പിന്നെ നിങ്ങളുടെ ആരോഗ്യത്തിന് നാശം വരുത്താത്തതുമായിരിക്കണം. അത്തരം കാര്യങ്ങളെ അള്ളാഹു നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ. ഉദാഹരണം പറഞ്ഞാണ്, ഇനിയിപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് വല്ല വാദമുണ്ടെങ്കിൽ കുടിച്ചോ. പക്ഷെ അത് ഹാനികരമാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ കിഡ്നി ഡാമേജ് ആയി പോകും, പെട്ടെന്ന് ഡയബറ്റിക് ആയി പോകും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാൽഫങ്ഷൻ സംഭവിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ഡേഞ്ചർ, ഏതെങ്കിലും ഒരു പാനീയത്തിന് ആരുടെയെങ്കിലും വളരെ ഒഥൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് കഴിക്കാൻ പാടില്ല. എന്തേ? ശരീരം അള്ളാഹു തന്ന അമാനത്താണ്. ആ അമാനത്തിനെ നശിപ്പിക്കാതെ കൊണ്ടു നടക്കേണ്ടത് നമ്മളെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. സഅദ് റളിയല്ലാഹു അൻഹു മക്ക വിജയം നടക്കുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു മക്കയിൽ രോഗിയായി. രോഗം വന്നു മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്. സഅദ് എന്നവര് പേടിച്ചു, ആ രോഗത്തിലൂടെ മരണം സംഭവിക്കുമെന്ന് ഉറപ്പിച്ചു. ഒരേ ഒരു മോളാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ വേണ്ടി വന്നു. സഅദ് എന്നവരെ രോഗശയ്യയിൽ കാണാൻ വേണ്ടി വന്നു. ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ നബി തങ്ങളെ കണ്ടപ്പോ സഅദ് തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖദ് ഇഷ്തദ്ദ ബി അൽ വജഅ വലി മാലുൻ കസീർ. നബിയെ, വല്ലാത്ത വേദനയുണ്ട്, അസുഖം കൂടിയിട്ടുണ്ട് നബിയെ, എനിക്ക് ഒരുപാട് സമ്പത്തുമുണ്ട്. ഫഉരീദു അൻ ഊസിയ ബികുല്ലി മാലി. നബിയെ, വലാ യരിസുനി ഇല്ലാ ബിൻതുൻ ലി. ഒരൊറ്റ മോളേ ഉള്ളൂ നബി എനിക്ക്, ആ മോൾക്ക് സമ്പാദ്യമുണ്ട്. നബിയെ, ഒരൊറ്റ മോളെ എനിക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവൻ അള്ളാഹ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്യട്ടെയോ? സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. നമ്മൾ വസിയത്തിനെ കുറിച്ചാണ് പറയുമ്പോൾ, വസിയത്ത് ചെയ്യുക എന്ന് പറയുന്ന കർമ്മം, ഞാൻ വസിയത്ത് ചെയ്യട്ടെയോ? എല്ലാം തങ്ങൾ പറഞ്ഞു, ലാ, വേണ്ട, എല്ലാം കൊടുക്കണ്ട. എന്നാ പറഞ്ഞു, സുലുസൈ, എൻ്റെ സമ്പത്തിനെ മുഴുവൻ മൂന്ന് ഭാഗമാക്കിയാൽ
ആ 1/3 ബാക്കി വെച്ച് ബാക്കി 2 ഞാൻ സ്വതക്ക ചെയ്യട്ടെയോ എന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു അതും ചെയ്യരുത്, അതും വേണ്ട. തങ്ങളോട് ചോദിച്ചു അസ്സുലുസ യാ റസൂലല്ലാഹ്, എന്റെ സമ്പത്തിന്റെ 1/3 ഞാൻ വസിയത്താക്കട്ടെ, എന്റെ മരണശേഷം ഇന്നാലിന്ന നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് ഞാൻ വസിയത്ത് എഴുതി വെച്ചോട്ടെ. തങ്ങൾ പറഞ്ഞു അസ്സുലുസു വസ്സുലുസു ഖൈറുൻ അൻ തദറഹും ആലതൻ യതകഫഫൂന الناس. മക്കൾക്ക് വേണ്ടി സമ്പാദിക്കേണ്ടതുണ്ടോ ഇല്ലയോ? നമ്മളൊക്കെ പറയാറുണ്ട് മക്കൾ കേടുവരാനിടയുള്ളൊരു ഭാഗമാണത്. എന്നാൽ സമ്പത്തുള്ളത് കൊടുത്ത് തീർത്ത് ഇല്ലായ്മ ചെയ്ത് അനന്തരമെടുക്കാൻ ഒന്നും മക്കൾക്ക് ബാക്കി വെക്കാതെ പോകണോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതും ചെയ്യരുത്. എന്തുകൊണ്ട്? നബി തങ്ങൾ പറയാൻ ഇന്നക അൻതദറ വറസതക അഗ്നിയാ, സഅദേ നിങ്ങളുടെ അനന്തരാവകാശികളെ, എത്ര അനന്തരാവകാശി ഉണ്ടെന്നാ പറഞ്ഞത് സഅദ് എന്നവര്? ഒരേ ഒരു മോള്. നബി തങ്ങൾ പറഞ്ഞ വാക്കെന്താ? ഇന്നക അൻതദറ വറസതക അഗ്നിയാ ഖൈറുൻ മിൻ അൻ തദറഹും യതകഫഫൂന الناس. നിങ്ങളുടെ അനന്തരാവകാശികളെ 3 അതിലേറെയോ ഉണ്ടെങ്കിലേ വറസത്ത് എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ വാരിസത്ത് എന്നേ പറയാം. നിങ്ങളുടെ അനന്തരാവകാശികളെ മിസ്കീന്മാരായി ജനങ്ങളോട് യാചിച്ച് തിന്നുന്ന അവസ്ഥയിൽ പാവപ്പെട്ടവരായി ഇവിടെ ഉപേക്ഷിക്കുന്നതിന് പകരം അവരെ ധനികന്മാരും സമ്പന്നരുമായി അവരെ ഇട്ടേച്ചു പോകലാണ് സഅദേ നിങ്ങൾക്ക് നല്ലത്. മക്കൾക്ക് കൊടുക്കണം. മക്കൾക്ക് ഒന്നും കിട്ടാത്ത രീതിയിൽ മുഴുവൻ എന്ത് ചെയ്യരുത്? വസിയത്ത് ചെയ്യരുത്. ചെയ്യുകയാണെങ്കിൽ സമ്പത്തിന്റെ 1/3 അത്ര വരെ ചെയ്യാം, അതിലേറെ വസിയത്ത് ചെയ്യാൻ പാടില്ല. മൊത്തം സമ്പത്ത് എത്ര ഉണ്ടോ അതിന്റെ 1/3 വസിയത്ത്. നിന്റെ സമ്പത്ത് മുഴുവൻ മരണശേഷം അള്ളാഹിന്റെ പള്ളിക്കാണ് മദ്രസക്കാണ് എന്ന് വസിയത്ത് ചെയ്താൽ പോലും അനന്തരാവകാശികളുടെ അനന്തരാവകാശം കഴിച്ച് 1/3 കഴിച്ച് ബാക്കിയാണ് അനന്തരാവകാശം എടുക്കുക. 1/3 വസിയത്ത് നടപ്പാക്കും. ബാക്കിയിലെ അനന്തരാവകാശം ഉണ്ടാവുള്ളൂ. അതും അദ്ദേഹത്തിന്റെ കടങ്ങളൊക്കെ വീടി ബാക്കിയുണ്ടെങ്കിൽ. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നൊരു വലിയൊരു ഖലാ സംഭവിച്ചത് നബി തങ്ങൾ പറയാം. മക്കയില് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ മരിച്ചിട്ടുണ്ട്. സഅദ് ഇബ്നു ഖൗല അവരുടെ ഒരു സഹോദരനാണ്. മഹാനായ സഅദ് ഇബ്നു ഖൗലയെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു ലാകിനിൽ ബാഇസു സഅദ് ഇബ്നു ഖൗല. അവരൊക്കെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നവരാ മക്കാ വിജയത്തിന്. മഹാനായ സഅദ് ഇബ്നു ഖൗല, സഅദ് തങ്ങളുടെ ബന്ധുവാണ്. ബഹുമാനപ്പെട്ടവര് മക്കയിൽ വെച്ച് ഭരിച്ചു. സഅദേ, നിങ്ങളുടെ അനന്തരാവകാശികൾ അവരെ നിങ്ങൾ മിസ്കീന്മാരായി ഇടുന്നതിനേക്കാളൊക്കെ നല്ലത് അവരെ മുതലാളിമാരാക്കി ഇടലാണ്. എന്ന സമ്പത്ത് അവർക്കും ബാക്കി വെക്കണം. സുബ്ഹാനല്ലാഹ്, സംഭവിച്ചെന്താണെന്നറിയോ? സഅദ് എന്നവർ ആ അസുഖത്തിൽ മരിച്ചിട്ടില്ല. സഅദ് റളിയല്ലാഹു അൻഹു പിന്നെയും ജീവിച്ചു. 10 മക്കളുണ്ടായിട്ടാണ് സഅദ് എന്നവർ മരിക്കുന്നത്. സഅദ് തങ്ങൾ വഫാത്താകുമ്പോൾ സഅദ് എന്നവർ അനന്തരമെടുക്കാൻ അശറത്തും മിനൽ വലദ് 10 മക്കളുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. അത് തങ്ങൾ പറഞ്ഞതാ. ഒരു മോളല്ലേ ഉള്ളൂ നബിയെ, ഓൾക്ക് ഇത്രയൊന്നും വേണ്ടല്ലോ, ഞാൻ മുഴുവൻ കൊടുത്തോട്ടെ. ഒരു മോള്. തങ്ങൾ അവിടെ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് അനന്തരാവകാശികൾ വരാനുണ്ട്. ഈ രോഗത്തിൽ നിങ്ങൾ മരിക്കുന്നില്ല, നിങ്ങൾക്ക് ഇനിയും അല്ലാഹു ആയുസ്സ് തരും. ഇറാഖിൽ നടന്നൊരു യുദ്ധം, പേർഷ്യയിൽ നടന്ന യുദ്ധം, ഖാദിസിയ എന്ന് പറയുന്ന ഇറാനിൽ നടന്ന വലിയൊരു യുദ്ധമുണ്ട്. അതിനൊക്കെ നേതൃത്വം കൊടുത്ത സ്വഹാബിയാണ്. നഹാവന്ത് യുദ്ധത്തിലുണ്ട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഉമർ എന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്, സഅദേ, നഹാവന്തിൽ ആരൊക്കെയാണ് ഷഹീദായത്? ഖാല ഫുലാനുൻ വ ഫുലാനുൻ വ ഫുലാൻ. കുറേ സ്വഹാബിമാരുടെ പേര് പറഞ്ഞു. ഉമർ തങ്ങൾ ചോദിച്ചു, സഅദേ, ഇനി ആരെങ്കിലും ഉണ്ടോ? വ ഫുലാനുൻ വ ഫുലാൻ വ ഫുലാൻ. സ്വഹാബിയുടെ പേര്. അവരൊക്കെ ഷഹീദായി നബി, അവരൊക്കെ ഷഹീദായി. ഇനി ആരെങ്കിലും ഉണ്ടോ? വ ഫുലാനുൻ വ ഫുലാൻ. ഇനിയും ഉണ്ട് അമീറുൽ മുഅ്മിനീൻ, പേര് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, സഅദേ, ആ ഷഹീദായവരുടെ പേരോ നാടോ നിങ്ങൾക്കറിയില്ലെങ്കിൽ എന്താ? അല്ലാഹു അറഫഹും, അല്ലാഹുവിനവരറിയാം, അവരൊക്കെ ശുഹദാക്കളാണ് എന്ന് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞത് സഅദ് എന്നവരോടാണ്. പേർഷ്യൻ രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുന്നിലുണ്ടായിരുന്ന
ആയിരക്കണക്കിന് മുത്തുകൾ, ഞാൻ അങ്ങനെ തന്നെ പറയാം, ആയിരക്കണക്കിന് മുത്തുകളും പവിഴങ്ങളും ഉണ്ടായിരുന്ന വലിയൊരു കാർപ്പറ്റ്, കോടിക്കണക്കിന് രൂപകൾ വിലമതിക്കുമായിരുന്ന വലിയൊരു ആർഭാടത്തിന്റെ കാർപ്പറ്റ് മദീനയിലേക്ക് കൊണ്ടുവന്നത് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഘമാണ്. ഖദ്സിയ യുദ്ധം കഴിഞ്ഞിട്ട് ആ സംഘത്തെക്കുറിച്ചാണ് മഹാനായ ഉമർ എന്നവർ പറഞ്ഞത്, ഇന്ന ഹൗലാഇ ലഉമനാ, ഈ ദൗത്യം ചെയ്ത മുഴുവൻ ആളുകളും സത്യസന്ധന്മാരാണ്, അവർ ഏറ്റവും നല്ല നന്മ ചെയ്തവരാണ്, അവർ സത്യസന്ധന്മാരാണ്. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറേ അമീറുൽ മുഅ്മിനീൻ, അവർ സത്യസന്ധന്മാരായതിൽ എന്ത് അത്ഭുതമുണ്ട്, നിങ്ങൾ സത്യസന്ധനാണ്, അപ്പൊ നിങ്ങളുടെ അനുയായികൾ സത്യസന്ധരാണ്. നിങ്ങൾ സുഖലോലുപനായിരുന്നുവെങ്കിൽ നിങ്ങളുടെ അനുയായികളും ഇതിനെ കെട്ടുകൊണ്ടുപോയി സുഖിക്കുമായിരുന്നു. പക്ഷെ നിങ്ങളുടെ മാതൃക അതല്ല, നിങ്ങൾ സത്യം കാണിച്ചു കൊടുത്തു ഉമറേ, അതുകൊണ്ട് അവരും സത്യമാണ് ചെയ്തത്. ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ആളാണ്. അതൊക്കെ തങ്ങളുടെ വഫാത്തിന് ശേഷം. തങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് തന്നെ നബിയെ ഞാൻ മരിക്കാനായല്ലോ എന്നാണ് പറഞ്ഞത്. തങ്ങളുടെ സൂചന കൊടുത്തു, മരിക്കാനായിട്ടില്ല. അങ്ങനെ സഅദ് എന്നവർ രോഗം മാറി മദീനയിലേക്ക് തിരിച്ചു വന്നു. മഹാനായ സിദ്ദീഖ് എന്നിവരുടെ കാലം, ഉമർ എന്നിവരുടെ കാലം, ഉസ്മാൻ തങ്ങളുടെ കാലം വരെ ജീവിച്ചു. മഹാനവരുടെ മരണം നടന്ന ഏത് ഖിലാഫത്തിലാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഫുതൂഹാത്തുകളിൽ മുഴുവൻ സഅദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കഴിയും. റളിയല്ലാഹു തആല അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു മരണമാസന്നമായപ്പോ സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസുണ്ട്, ഇൽഹദൂലി ലഹദാ, മഹാനവരുടെ അസറാണത്. ഇൽഹദൂലി ലഹദാ, നിങ്ങൾ എനിക്ക് ലഹദ് പോലെയുള്ള ഖബർ കുഴിക്കണം. ഖബർ രണ്ട് വിധമാണ്, ഷഖ്, ലഹദ്. നമ്മുടെ നാട്ടിലൊക്കെ ഷക്കാണ്, ഉറച്ച ഭൂമിയാണെങ്കിൽ നേരെ കുഴിയെടുക്കുക, മയ്യത്തിനെ നേരെ കിടത്തുക, മേലെ മൂടുക. ലഹദ് എന്ന് പറഞ്ഞാൽ ഖബർ ഒരു വലിയ കുഴിയെടുക്കുക, ഉള്ളിലേക്ക് തുരന്ന് ഒരു കുഴിയെടുക്കുക. നിങ്ങൾ സൗദി അറേബ്യയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഗൾഫ് നാടുകളിലൊക്കെ ലഹദ ചെയ്യുക. ഇടിയുന്ന മണ്ണാണ്, അപ്പോൾ മണ്ണിൻ്റെ അടിഭാഗം കൊണ്ടുപോയി തുരന്നിട്ട് ഒരു മയ്യത്തിന് കിടക്കാനുള്ള സ്ഥലം വെക്കും, ബാക്കി അവിടെ നടക്കും, പിന്നെ അങ്ങ് മണ്ണിട്ട് മൂടും. അതിനാണ് ലഹദ് എന്ന് പറയുക. ഇൽഹദൂലി ലഹദാ, ഹബീബായ നബി തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറവ് ചെയ്ത പോലെ എന്നെ ലഹദിലാണ് മറവ് ചെയ്യേണ്ടത്. വൻസബു അലയ്യൽ ലബിന നസബാ, എൻ്റെ ഖബറിൻ്റെ മുകളിൽ ഒരു കല്ല് നിങ്ങൾ ഉയർത്തി വെക്കുക, മീസാൻ കല്ല് വെക്കുക. ഖമാ ഫുഇല ബിറസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിന് ചെയ്യപ്പെട്ടതുപോലെ അത്രയും ലളിതമായി മരിച്ചു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അങ്ങനെയാണ് എന്നോട് ചെയ്യേണ്ടത് എന്ന് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. സഅദ് എന്നവർക്ക് പിറകെ നമ്മൾ ഓർക്കുകയാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ദാഹിയത്തും മിൻ അദ്ഹൽ അറബ്, അറബ് ലോകം കണ്ട, ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനായിരുന്നു, യുക്തിയുള്ള മഹാനായിരുന്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ആഫ്രിക്കയിലേക്ക് ദീനിന്റെ വെളിച്ചം കൊണ്ടുപോയ സ്വഹാബി. മഹാന്റെ മരണം അവരുടെ മകനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. നമ്മളിത് കഴിഞ്ഞ ആഴ്ച ഒരു ക്ലാസ്സിൽ ആ ഒരൊറ്റ വസിയത്തിനെ സംബന്ധിച്ച് കുറിച്ച് മാത്രം ഒരു വാഴ്ന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആവർത്തിക്കുകയല്ല. നമുക്ക് ഒരുപാട് ഓൺലൈൻ പരിപാടി വീക്ഷിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ, ഒരുപക്ഷെ ഈ ഒരു 8-10 പരിപാടികളായി ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ. അപ്പോൾ അത് ഞാൻ ആവർത്തിക്കുകയല്ല. ആവർത്തനം വിരസതയുണ്ടാവും. വിരസത ഉണ്ടാകുമ്പോൾ മടുപ്പ് വരും. അപ്പോൾ ദീനിനോട് മടുപ്പ് വരാൻ പാടില്ല. അതുകൊണ്ട് അത് മറ്റേതെങ്കിലും ആൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഞാൻ ദീർഘമായിട്ട് പറയല്ല. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മരണമാസന്നമായപ്പോൾ ചുമരിലേക്ക് മുഖം പൊത്തിയിട്ട് കരഞ്ഞിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു ചുമരിലേക്ക് മുഖം പൊത്തി കരഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ സൂചിപ്പിച്ചത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദീൻ എത്ര പഠിച്ചാലും തീരാത്തൊരു ലോകമാണ്, എത്ര പറഞ്ഞാലും തീരാത്തൊരു ലോകമാണ്. അപ്പം അത് നമ്മുടെ പള്ളിയിൽ ഖുതുബ നിർവഹിക്കുന്ന ഉസ്താദുമാർ വെള്ളിയാഴ്ച ദിവസം ഖുതുബക്ക് മുമ്പോ ശേഷമൊക്കെ ചിലയിടത്ത് വഅലുകളുണ്ടാവും, പ്രഭാഷണങ്ങളുണ്ടാവും. നാട്ടിൽ വഅലുകളുണ്ടാവും, പ്രഭാഷണങ്ങളുണ്ടാവും. ജനങ്ങൾ ഇൽമ് പഠിക്കണം, അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർക്കത് വായിക്കാനും പഠിക്കാനും കിതാബ് ഓതാനും സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, കേട്ടതന്നെ അവർ കേട്ടുകൊണ്ടിരിക്കുക. പുതിയൊരു കാര്യവും ജനങ്ങൾക്ക് ലഭിക്കാതിരിക്കുമ്പോൾ മടുപ്പ് വരുന്നത് സ്വാഭാവികമാണ്. ആ മടുപ്പ് ദീനിനോടുള്ള മടുപ്പായിട്ട് മാറും. അതുകൊണ്ട് എൻ്റെ കൂടെയുള്ള വഅല് പറയുന്ന, നസീഹത്ത് ചെയ്യുന്ന എൻ്റെ കൂടെയുള്ള ഉസ്താദുമാരോട്
ഒന്ന് ഉണർത്തുകയാണ്. ഞാനത് ഉണർത്താൻ ആളല്ല, അതിനർഹതയുള്ള ആളൊന്നുമല്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാണ്, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, നന്നായിട്ട് മുത്താല ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് പുതിയ പുതിയ അറിവുകൾ ഉമ്മത്തിന് പകർന്നു കൊടുക്കേണ്ട. അത് നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പണി അപ്പം നിർത്തണം. കാരണം ജനങ്ങൾക്ക് മടുപ്പ് വരും തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. ഒരുപാട് അറിവുകൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് സമയമുണ്ടെങ്കിലേ നമ്മൾ ഇത്തരം വേദികൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്തിനെന്നറിയോ? ദീനിനോടൊരു മടുപ്പ് വരാതിരിക്കാൻ വേണ്ടി. ഖുർആൻ്റെ തഫ്സീറിൻ്റെ വിഷയം അങ്ങനെയാണ്. ശുദ്ധ ഖുർആൻ്റെ തഫ്സീർ അത് വെറും ഒരു അർത്ഥമോ ഒരു പരിഭാഷയോ വായിച്ചിട്ട് ഖുർആൻ ക്ലാസ് എടുത്തു കൊടുക്കുക, അങ്ങനെ ഉണ്ടാവും. പെണ്ണുങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ്, അപ്പോൾ ഒരു പരിഭാഷ വായിച്ചിട്ട് ഉസ്താദിന് പറഞ്ഞു കൊടുത്താൽ മതി. അത് തെറ്റ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഖുർആനിൻ്റെ ഒരു നൂറുണ്ട്, ഒരു ബസീറത്തുണ്ട്, ഖുർആനിന് ആഴമേറിയ ചില ആശയങ്ങളുണ്ട്. അതൊന്നും പരിഭാഷയിൽ കിട്ടിക്കൊള്ളുന്നില്ല. അതതിൻ്റെ അർത്ഥവും ഖുർആനിൻ്റെ ശരിയായ അറിവും അള്ളാഹുവിനോട് തരാൻ വേണ്ടി ദുആരക്കുക. അപ്പം അതിൻ്റെ ചില വസായിലുകൾ നമ്മുടെ മുമ്പിലേക്ക് അള്ളാഹു താല ഇട്ടു തരും. അത് എന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ, സാധ്യമാണോ, അന്നേ ഈ ഖുർആൻ ക്ലാസ് തുടങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് കേട്ട് പഠിച്ചവനെ ഇതിന് ഇത്രേ അർത്ഥമുള്ളൂ, ഇതാ അപ്പോൾ വലിയ ഖുർആൻ്റെ 1/3 എന്ന് പറഞ്ഞ സൂറത്ത്, എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. ഖുർആനിനോട് അനാദരവ് വരും. നമുക്കറിവില്ലായ്മ, നമ്മുടെ അറിവില്ലായ്മ ജനങ്ങൾ അറിയുമ്പോൾ അള്ളാഹുവിൻ്റെ കലാമിനോട് മടുപ്പ് വരും. അതുകൊണ്ട് ദയവ് ചെയ്ത്, ഞാൻ വളരെ പേടിക്കുന്നു, ഞാനൊന്നത് പറയാൻ അർഹനല്ല കേട്ടോ, ഒരിക്കലുമല്ല. ഞാൻ എന്നോട് പറയാണ് ഊസിക്കും ഇയ്യായ ഔവലൻ ബിനഫ്സി ഔവലൻ നഫ്സി ബിതഖ്വല്ലാഹ്. അള്ളാഹുവിനെ തഖ്വ ചെയ്യാനും അള്ളാഹുവിൻ്റെ ദീനാണ്. അതുകൊണ്ട് ഒരിക്കലും ജനങ്ങൾക്ക് ഖുർആനെ സംബന്ധിച്ചുള്ള മതിപ്പ് കുറഞ്ഞു പോകരുത്. നമ്മുടെ ഒരു ക്ലാസ് കൊണ്ട് ഖുർആൻ ഇത്രയേ ഉള്ളൂ അതിനാശയം എന്ന് തോന്നുന്ന വിധമായി പോകരുത്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, നന്നായിട്ട് ഹോംവർക്ക് ചെയ്യണം, നന്നായിട്ട് ബാക്കിൽ പ്രവൃത്തി സമയം ഉറക്കൊഴിച്ച് നമ്മൾ മുതാലഅ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഓരോരോ ക്ലാസ്സിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. എപ്പോഴും പുതിയത് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. എന്നാലും ദീനിനോടൊരു പുതുമ തോന്നണം. ഇൽമ് തീർന്നു എന്ന് തോന്നരുത്. ആകെ ഉസ്താദ്മാർക്ക് ഒരു യൂസുഫ് നബിൻ്റെ ചരിത്രം, ഇബ്രാഹിം നബിൻ്റെ കഥയെ പറയാനുള്ളൂ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നൊരിക്കലും തോന്നിപ്പോകരുത്. കാരണം ഇൽമിൻ്റെ ബഹറല്ലേ ദീനെന്ന് പറയുന്നത്. ഉസ്താദ്മാർക്ക് സമയമില്ലാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറയാണ്, വഅദ് പറയുന്ന ആളുകൾ ദയവ് ചെയ്ത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അത് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് ദീനാണ്, ഇതൊരു വലിയ അമാനത്താണ്. ആ അമാനത്ത് നമ്മളെ കൊണ്ടതിൻ്റെ കുറവ് വരരുത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു ഭാഗം ഞാൻ സൗകര്യപൂർവ്വം മാറ്റിവെക്കുകയാണ്. മഹാനവറുകൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആഫ്രിക്കയിലേക്ക് ദീനുമായി കടന്നു ചെന്ന് ആദ്യത്തെ ആഫ്രിക്കയിലെ മസ്ജിദ് അംർ ഇബ്നുൽ ആസ് തങ്ങൾ ഉണ്ടാക്കിയ മസ്ജിദാണ്. ഇന്നോടുണ്ട് ഈജിപ്തിലെ ഖൈറോ ഇപ്പോൾ അതിൻ്റെ പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞ് പള്ളിയൊക്കെ ഓപ്പണായി കൊടുത്തിട്ട് ആളുകൾ പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞ 3 വിഷയങ്ങളുണ്ട്. മോനെ അബ്ദുല്ലാഹിബിൻ അംർ ഇബ്നുൽ ആസ് എന്നവർ വാപ്പയോട് ചോദിക്കുകയാണ്, വാപ്പാ നിങ്ങൾ പറയുമായിരുന്നില്ലേ വാപ്പ, ആരെങ്കിലും മരിച്ചുപോയ ആളുകൾ മരണത്തിൻ്റെ രംഗം എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഇപ്പം നിങ്ങൾ മരിക്കുകയല്ലേ, അങ്ങേക്ക് പറഞ്ഞെന്നൂടെ? മഹാനായ സഅദ് എന്നവർ, മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആ രംഗം വിവരിച്ചു കൊടുക്കുന്നുണ്ട്. മോനെ, റിളവാ പർവ്വതം തലയിലേക്ക് വീഴുന്ന പോലെ, വാളും കുന്തവും എൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ കിടന്ന് പിടയുന്ന പോലെ മരണത്തിൻ്റെ വേദന അസഹ്യമാണ് മോനെ. ഇത് പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ഈ വിവരിച്ചതൊന്നും മരണത്തിൻ്റെ യഥാർത്ഥ അനുഭവമായിരിക്കണമെന്നില്ല മോനെ എന്ന് പറഞ്ഞ് കരയുമ്പോൾ, ഉപ്പാ നിങ്ങൾ എന്തിനാ കരയുന്നത്? ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ജീവിച്ചവരല്ലയോ നിങ്ങൾ? മോനെ, എനിക്ക് 3 കാലഘട്ടം കഴിഞ്ഞു പോയി മോനെ. ഒന്ന്, എനിക്കൊരറിവുമില്ലാത്ത കാലം. അന്ന് ഹബീബിനോട് എനിക്ക് ദേഷ്യമായിരുന്നു. തങ്ങളെ കണ്ടാൽ കൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന സമയമുണ്ട്. ഞാൻ അന്ന് മരിച്ചിരുന്നെങ്കിൽ ഞാൻ നരകത്തിലേക്ക് ഉറപ്പാണ്. പിന്നെ അള്ളാഹു എനിക്ക് ഇസ്ലാം തന്നു, ഈമാൻ തന്നു. ഞാൻ ഹബീബിനെ സ്നേഹിച്ചു. എൻ്റെ കണ്ണുകൊണ്ട് ഹബീബിനെ കണ്ണ് നിറയെ ഒന്ന് നോക്കാൻ പോലും എനിക്ക് കഴിയുമായിരുന്നില്ല. ബഹുമാനം കൊണ്ട്, ഹബീബിൻ്റെ മുഖത്തെ വഖാറുകൊണ്ട്. ആ ഹബീബായ നബി തങ്ങളുടെ കൂടെ ജീവിച്ച കാലം ഞാൻ മരിച്ചിരുന്നെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടുമായിരുന്നു. പക്ഷേ അതിനുശേഷം അധികാരങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. ഞാൻ ആഫ്രിക്കയുടെ അമീറായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാലിയാണ്, ഗവർണറാണ്. അങ്ങനെ ഒരുപാട് സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ട അവസ്ഥകൾ വന്നു. അതിൻ്റെ പേരിൽ നാളെ അള്ളാഹു എന്നെ പിടിക്കുമോ എന്ന് പേടിയാകുന്നു മോനെ. എനിക്ക് പേടിയാവും. ഞാൻ മരിച്ചാൽ ആരും എൻ്റെ മരണത്തിൽ കരയരുത് കേട്ടോ.
എൻ്റെ ഖബറിൻ്റെ അടുത്ത് 1 മണിക്കൂർ നേരം നിങ്ങൾ നിൽക്കണം, എനിക്ക് തൽഖീൻ ചൊല്ലിത്തരണം. എനിക്ക് നിങ്ങൾ അവിടെ നിൽക്കുന്നത് എനിക്ക് മലക്കുകളുടെ ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ എന്നെ സഹായിക്കും. മഹാൻ പറഞ്ഞ വാക്കതാണ്, നിങ്ങൾ അവിടെ നിൽക്കണമേ. ഖദ്റമാ യുദ്ബഹു ജസൂർ, ഒരു ഒട്ടകത്തെ അറുത്തതിൻ്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം 1 മണിക്കൂർ നേരം നിങ്ങൾ എന്നോട് ഇട്ടേച്ചു പോകല്ലേ, എന്നെ മറവ് ചെയ്ത് 1 മണിക്കൂർ നേരം എൻ്റെ അടുത്ത് നിൽക്കണേ. യാ അല്ലാഹ്, എന്തിന്? ലിഅസ്തഅനിസബിക്കും, നിങ്ങളുടെ ആ ഒരു സാമീപ്യം കാരണം എനിക്ക് സമാധാനമുണ്ടാകും. അതുമാത്രമല്ല വഉജീബ്, എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും, എൻ്റെ മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്കൊരു ആശ്വാസമാണ്. ആ ചോദ്യം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോയിക്കോളി, 1 മണിക്കൂർ നേരം എന്നെ മറവ് ചെയ്ത് അവിടെ നിൽക്കണേ, പെട്ടെന്ന് ഓടിപ്പോരരുതേ എന്ന് വസീയത്ത് ചെയ്ത മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, ആ നേരം നീ ഞങ്ങൾക്ക് ഖൈറാക്കി തരണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, ഞാൻ നിങ്ങളോട് പറഞ്ഞ സമയമായി ഏകദേശം. മുആദ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ മുആദ് എന്നവരോട് സ്വഹാബിമാരെ, മുആദ് എന്നവരെ ഞങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരിൻ. അപ്പൊ പറഞ്ഞു, അജ്ലിസൂനി, എന്നെ ഒന്ന് ഇരുത്തി തരണമേ. മുആദ് റളിയല്ലാഹു അൻഹു ആരാന്നറിയോ? സയ്യിദുൽ ഉലമാ എന്ന് മഹാന്മാർ വിളിച്ച സ്വഹാബിയാണ്, ഉലമാക്കളുടെ നേതാവ്. വസാബിഖുഹും ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് ഉലമാ എത്തുന്നതിന്റെ മുമ്പ് പണ്ഡിതന്മാരെ നയിച്ചുകൊണ്ട് മുന്നിലെത്തുന്ന മഹാനാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മരിക്കുമ്പോൾ എത്ര വയസ്സെന്നറിയോ? 34 വയസ്സായിരുന്നു. 34 വയസ്സ്. ആ പ്രായത്തിൽ വഫാത്തായ മുആദ് എന്നവർ ലോക പണ്ഡിതന്മാരുടെ, സ്വഹാബികളിലെ പണ്ഡിതന്മാരുടെ ഒക്കെ ഇമാമാണ്. അങ്ങനത്തെ മഹാൻ. അജ്ലിസൂനി, എന്നെ ഒന്ന് ഇരുത്തിത്തരേണമേ. ഇന്നൽ ഇൽമ വൽ ഈമാന മകാനഹുമാ മൻ ഇബ്തഗാഹുമാ വജദഹുമാ. ഒരു ആലിം പഠിക്കാൻ വരുന്ന പണ്ഡിതന്മാരോട്, വിദ്യാർത്ഥികളോട്, റിസർച്ച് ചെയ്യാൻ ആഗ്രഹമുള്ള മുഴുവൻ ആളുകൾക്കും ഏറ്റവും വലിയ ഇൻസ്പിറേഷനായി പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾ, മരണസമയത്ത് പറഞ്ഞ ഈ വാക്കുകൾ, ഇന്നൽ ഇൽമ വൽ ഈമാന മകാനഹുമാ, ഈമാനും അറിവും അതിൻ്റെ സ്ഥാനങ്ങളിൽ തന്നെയുണ്ട്. മനിബ്തഗാഹുമാ വജദഹുമാ, ആരാണോ അത് അന്വേഷിച്ചു പോകുന്നത് അവർക്കത് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ, മുആദ് എന്ന ആലിം റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ തങ്ങൾ തോളിൽ കൈവച്ചുകൊണ്ടാണ് 16 വയസ്സുള്ളപ്പോൾ, മുആദേ ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദേ എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാൽ പറയാൻ മറക്കരുതേ, അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലേണ്ട ആ ദിക്ർ മുആദ് എന്നവർക്കാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്, നമുക്കൊക്കെ പഠിക്കാൻ വേണ്ടി. ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദേ എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ മുആദ് എന്നവർ തിരിച്ച്, വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, നബിയേ അങ്ങയോട് എനിക്കും ഇഷ്ടമാണ് നബിയേ. എന്നാ മുആദേ, ആ സ്നേഹം വെച്ച് ഞാൻ പറഞ്ഞോട്ടെ, ഫലാ തദഅന്ന അൻ തഖൂല ദുബറ കുല്ലി സ്വലാ, ഓരോ നിസ്കാരം കഴിയുമ്പോഴും പറയാൻ മറക്കരുതേ, അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക, പടച്ചവനെ നിന്നെ ഓർക്കാൻ എന്നെ സഹായിക്കണേ, ദിക്ർ ചൊല്ലാൻ, വശുക്രിക, അൽഹംദുലില്ലാ പറയാൻ, വഹുസ്നി ഇബാദതിക്, ഇബാദത്ത് നന്നായിട്ട് ചെയ്യാൻ. ഒരു നിസ്കാരം കഴിഞ്ഞു, ഇനി അടുത്ത നിസ്കാരമെങ്കിലും നല്ല നിലക്ക് നിർവഹിക്കണം. അതിന് ഇപ്പോഴേ ദ്വാരക്കാൻ വേണ്ടി പറയാ, അഇന്നി അലാ ശുക്രിക, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. ഇത് പറയാൻ മറക്കരുത് മുആദ്. മഹാനായ മുആദ് എന്നവരെ യമനിലേക്ക് യാത്രയാക്കി റസൂലുള്ളാഹി തങ്ങൾ പോകുമ്പോൾ പറഞ്ഞു, മുആദേ നിങ്ങൾ ഇനി തിരിച്ചു വരുമ്പോൾ എന്നെ കണ്ടില്ല എന്ന് വരും. പറഞ്ഞ പോലെ അവിടെ തിരിച്ചു വരുമ്പോഴേക്കും ഹബീബായ തങ്ങൾ വഫാത്തായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ ഇരുത്തേണമേ, അജ്ലിസൂനി ഇന്നൽ ഇൽമ വൽ ഈമാന മകാനഹുമാ മൻ ഇബ്തഗാഹുമാ വജദഹുമാ. ഒരു ആലിമ് മരിക്കുന്നതോടുകൂടെ ഇൽമ് ഇല്ലാതെയായി പോകുന്നില്ല. ഒരു ഈമാനുള്ള ആൾ മരിക്കുന്നതോടുകൂടെ ഈമാൻ പാടെ നശിച്ചു പോകുന്നില്ല. ഈമാനും അറിവും അതിൻ്റെ സ്ഥാനങ്ങളിൽ അപ്പോഴും ബാക്കിയുണ്ട്. മനിബ്തഗാഹുമാ വജദഹുമാ, ആര് അത് അന്വേഷിച്ചു പോകുന്നുണ്ടോ അവർക്കത് ലഭിക്കുന്നുമുണ്ട്. അറിയണം ഇൽമ്. എല്ലാ സദസ്സിലേക്കും ഒരുമിച്ച് കൂടുന്ന എത്ര ആളുകളുണ്ട് ഇവിടെ?
എത്രയോ ആളുകൾ എൻ്റെ ബോക്കർക്ക് അവിടെ ഇരിക്കുന്നുണ്ട് വാടാനാംകുറിച്ച് ഒരുവിധം പരിപാടി ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ ഏത് പരിപാടിന് ഒരുവിധം പരിപാടി. അലി അസർ ഉസ്താദ് ഇവിടെ പോയോ? അലി അസർ ബാക്കവി ഉസ്താദ് ഡോക്ടർ ഇവിടെ ഉണ്ട്. ഒരു ഉസ്താദ് എഴുതിയൊരു പുസ്തകം തന്നെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ മലബാർ മുസ്ലിമീങ്ങൾ കൊണ്ടുപോയോ? തങ്ങൾ കൊടുത്തോ? എത്രയോ പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. കുറേ കാലം ഒമാനിലായിരുന്നു. അവരൊക്കെ ഒരുപാട് കിതാബും അറിവും എൽബൊക്കെ ഉള്ള ആൾക്കാരാണ്. അവർ വരുന്നത് ഈ സദസ്സിൻ്റെ പുണ്യം കിട്ടാൻ വേണ്ടിയാണ്. ഒരു സദസ്സിന് ദുആക്ക് ഉത്തരണ്ടാവും, അവിടെ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാവും. മലബാറിലെ ഇസ്ലാം ഒരു പുനർവായന. ഡോക്ടർ അലി അസ്ഗർ ബാഖവി അദ്ദേഹത്തിൻ്റെ രചനകൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ അത്ഭുതപ്പെടും അദ്ദേഹത്തിൻ്റെ എവിടെ നിന്നാണ് പഠിച്ചോന് ഇത്രയൊക്കെ സമയം കിട്ടുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഇൽമിൽ ബറക്കത്ത് ചെയ്യട്ടെ. അവരൊക്കെ ഇൽമിൻ്റെ മജ്ലിസുകൾ തേടി നടക്കുക അതിൻ്റെ ഫള് കിട്ടാൻ വേണ്ടിയിട്ട്. അതിലൂടെ മറന്നുപോയത് ഓർമ്മിക്കാം, പുതിയത് കിട്ടുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, എന്നിൽ നിന്നൊന്നും കിട്ടാണ്ടാവില്ല. പക്ഷേ അവരൊക്കെ അവരുടെ വിനയവും താഴ്മയുമാണത്, ഒരു അഹങ്കാരവും ഇല്ലാത്തതിൻ്റെ പേരിൽ. അല്ലെങ്കിൽ ഇന്ന പോലത്തെ ഒരു മുതഅല്ലിമിൻ്റെ ഒരു സദസ്സിലൊന്നും വന്നിരിക്കേണ്ട ഒരു അവസ്ഥ അവർക്കില്ല. അവരൊക്കെ ഇത്ര വലിയ പ്രൗഢമായ ഗ്രന്ഥങ്ങൾ ഒരുപാട് എഴുതിക്കൊണ്ടിരിക്കുന്നവരാണ്. എന്തേന്നറിയോ? ഈമാനും ഇൽമും നിങ്ങൾ അന്വേഷിച്ചിറങ്ങുന്നുണ്ടോ, അതിൻ്റെ സ്ഥാനങ്ങൾ ആരും മരിച്ചു പോയാലും അവിടങ്ങളിൽ ബാക്കിയുണ്ട്. മുആദ് എന്നവർ പറയാ, നിരാശപ്പെടരുത്, അറിവ് അന്വേഷിച്ചു പോകണം, ഇൽമ അന്വേഷിച്ചു പോകണം, ഈമാൻ അന്വേഷിച്ചു പോകണം. ഈമാൻ അന്വേഷിച്ചു പോകണം. തൊട്ടടുത്ത മഹല്ലിലായിരിക്കും പരിപാടി ഉണ്ടാവുക, അങ്ങോട്ട് പോകണം, എൻ്റെ നാട്ടിലല്ലല്ലോ എന്ന് പറയരുത്. ഒരുപക്ഷെ ഈമാനും തഖ്വയും വർദ്ധിക്കുന്നത് അവിടെയുള്ളൊരു മഹാനെ കാണുമ്പോഴായിരിക്കും, അവിടുത്തെ ഒരു ദുആയായിരിക്കും, ഒരു മജ്ലിസുന്നൂറായിരിക്കും, ഒരു ദിക്റായിരിക്കും, ഒരു നസീഹത്തിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടരുതേ. ഇന്നൽ ഇൽമ വൽ ഈമാന മകാനഹുമാ, ഇൽമും ഈമാനും അതിൻ്റെ സ്ഥാനങ്ങളിൽ തന്നെയുണ്ട്. മനിബ്തഗാഹുമാ വജദഹുമാ, ആരത് അന്വേഷിച്ചു പോകുന്നുണ്ടോ അവർക്കത് ലഭിക്കുന്നുണ്ട്. ശരിയല്ലേ? അന്വേഷിച്ചു പോകുന്നവർക്കത് കിട്ടുന്നുണ്ട്. ഇല്ല, ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് മതി എന്ന് പറയുന്നവർക്കത് കിട്ടിക്കൊള്ളണമെന്നില്ല. യാ അല്ലാഹ്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ഷാമിൽ വഫാത്തായ സ്വഹാബിയാണ് അബൂദർദാ റളിയല്ലാഹു അൻഹു. സ്വഹാബിമാരിൽ അവസാന കാലങ്ങളിൽ ഒരുപാട് താബിഈങ്ങൾക്കിടയിൽ ജീവിക്കാൻ ഭാഗ്യമുണ്ടായ അപൂർവം സ്വഹാബികളിൽപ്പെട്ട ഭാഗ്യവാനാണ് അബൂദർദാ റളിയല്ലാഹു അൻഹു. ഷാമിലായിരുന്നു അന്ത്യം, സിറിയയിലാണ്. തൂബാ ലിഅൈനൈനി റഅതാ റസൂലല്ലാഹ്, താബിഈങ്ങൾ അവരുടെ കണ്ണുകളെ നോക്കിയിട്ടാ പറഞ്ഞത്, അബൂദർദാ നിങ്ങളുടെ കണ്ണുകളുടെ ഒരു ഭാഗ്യമേ, അല്ലാഹുവിൻ്റെ റസൂലിനെ കാണാൻ ഭാഗ്യമുണ്ടായ കണ്ണുകളല്ലയോ. ആ സ്ട്രീറ്റ് മുഴുവൻ തീ പിടിച്ചു. അബൂദർദാ എന്നൊരു മസ്ജിദിലാണ്. എല്ലാവരും ഓടി വന്ന്, അബൂദർദാ നിങ്ങളുടെ ഹയ്യ്, നിങ്ങളുടെ ആ ഒരു വാർഡ് മൊത്തം കത്തിയിരിക്കുകയാണ്. എൻ്റെ വീട് കത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ വീട് കത്തിയിട്ടില്ല. പോയി നോക്കി, ചെന്ന് നോക്കുമ്പോൾ അബൂദർദാ തങ്ങളുടെ വീടിന് മാത്രം ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. അന്നേരമാണ് മഹാനവറുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തീ പിടിക്കാതിരിക്കാനുള്ളൊരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്, മഹാൻ പഠിപ്പിച്ചത്. ഞാനത് ചൊല്ലിയിരുന്നു, എൻ്റെ വീടിന് കുഴപ്പം പറ്റിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. മഹാന്റെ കറാമത്ത് എന്ന് പറയാം, അള്ളാഹു നൽകിയ ഹിഫ്ളാൻ. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു, ആ ദിക്ർ കുറച്ച് നീളമുള്ള ദിക്റാണ്. നമ്മൾ 1-2 ക്ലാസ്സുകൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഉസ്താദന്മാരോട് ചോദിച്ചു പഠിക്കണേ. മഹാനവറുകൾ ലിമിഥിലി സാഅതി ഹാദിഹി മൻ യഅമൽ ലിമിഥിലി സാഅതി ഹാദിഹി, എൻ്റെ മൻ യഅമൽ ലിമിഥിലി മസ്റഈ ഹാദാ മൻ യഅമൽ ലിമിഥിലി യൗമി ഹാദാ, ഞാനിതാ മരിക്കുകയാണ്, എൻ്റെ ഈ അവസ്ഥയ്ക്ക് വേണ്ടി ആരാണ് പണിയെടുക്കാനുള്ളത്? ഞാൻ അല്ലാഹുവിലേക്ക് യാത്രയാവുകയാണ്, ഈ ദിവസത്തിന് വേണ്ടി ആരാണ് അധ്വാനിക്കാനുള്ളത്? എൻ്റെ അവസ്ഥ കണ്ടോളൂ, ഈ ഒരു നാളിന് വേണ്ടി ആരാണ്, ഈ ഒരു രംഗത്തേക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളത് ആരാണ് എന്ന് പറഞ്ഞ് മഹാൻ ഓതുകയാണ്. വനുഖല്ലിബു അഫ്ഇദതഹും വഅബ്സാറഹും കമാ ലം യുഅ്മിനൂ ബിഹി അവ്വല മർറ വനദറഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. സത്യം കാണാൻ കഴിയാതെ, ധർമ്മം കാണാൻ കഴിയാതെ വിശുദ്ധ ഇസ്ലാം എന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല അനുഗ്രഹം മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് വിശ്വാസം, എന്താണ് ആരാധന, ഏകനായ പടച്ചവനെ ആരാധിക്കാനുള്ള വളരെ മനോഹരമായ ഈ ഒരു തത്വശാസ്ത്രം കൺമുമ്പിൽ ഉണ്ടായിട്ട് പഠിക്കാതിരിക്കുന്നവരെ വിശുദ്ധ ഖുർആൻ ഉണർത്തുന്ന ആയത്താണത്. വനുഖല്ലിബു അഫ്ഇദതഹും വഅബ്സാറഹും കമാ ലം യുഅ്മിനൂ ബിഹി അവ്വല മർറ
വനദറുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികത കണ്ടിട്ടില്ല എന്ന് നടിക്കുന്നവർ, വിശുദ്ധ ഖുർആനിന്റെ മഹാത്ഭുതങ്ങളെ അറിഞ്ഞിട്ട് അത് വിശ്വസിക്കാതിരിക്കുന്നവർ, ഖുർആനിലെ വിഷയങ്ങളെ കാണുമ്പോൾ ഒട്ടും ശ്രദ്ധ കൊടുക്കാത്തവർ, അവരവരുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെയുള്ള ഓട്ടത്തിലങ്ങ് മതിമറന്നിരിക്കുകയാണ്. ഉണരണേ ഉണരണേ, ഇത് താക്കീതാണ് എന്ന് പറയുന്ന സൂറത്തുൽ അൻആമിലെ 110-ാമത്തെ ആയത്ത്. ഈ ആയത്ത് ഓതിക്കൊണ്ടാണ് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത്. ദൈവനിഷേധമോ മതനിരാസമോ സ്വതന്ത്ര ചിന്തകള്, ഇതൊക്കെ പിശാചിന്റെ ചിന്ത. സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും നോക്കണ്ട, നീ അടിച്ചു പിടിച്ച് ജീവിച്ചോ. റോഡിൽ ഇറങ്ങുമ്പോൾ വണ്ടി ഓടിക്കും, നീ ലൈസൻസ് ഉണ്ടോ നോക്കണ്ട, ഈ റെഡ് സിഗ്നൽ നോക്കണ്ട, ജംഗ്ഷനൊന്നും അങ്ങോട്ട് വിട്ടോ വണ്ടി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ല രസമായിരിക്കും. അവർക്ക് മരണം എന്താ ആക്സിഡൻ്റ് ആണെന്ന് തിരിയാത്ത കുട്ടികൾക്ക് നല്ല നേരെ മറിച്ച്, മോനെ നിർത്തണം കേട്ടോ, ലൈസൻസ് കിട്ടിയിട്ടല്ലേ ഉള്ളൂ, റെഡ് സിഗ്നലാണ്, യെല്ലോ ലൈനിൽ പോവരുത്, ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണ്, 2 ലൈനിട്ട് അവിടെ ശ്രദ്ധിച്ചു പോകണം, ഇവിടെ പാർക്കിംഗ് പാടില്ല, ഇവിടെ കേവാണ്, അതുകൊണ്ട് സ്ലോ ഡൗൺ ചെയ്യണം. ഇങ്ങനെ ഓരോ സിഗ്നലിനും അർത്ഥമുണ്ട് മോനെ, വെറുതെ പോകരുത്, നീ നിന്റെ ഓരം തന്നെ പിടിച്ചു പോകണം, മറ്റവന്റെ ട്രാക്കിലേക്ക് പോകരുത്. ഈ നിയമം പറയുമ്പോ ഓ നിയമം എന്ന് പറഞ്ഞ് കളിയാക്കാണോ ചെയ്യുക? അതല്ല, അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, ഇതൊരു നന്മയാണ്. ഓരോരുത്തരും റോഡിലെ ഒരു നിയമം പാലിക്കാണ്ട് വണ്ടി ഓടിക്കണേ, എന്തായിരിക്കും ലോകത്തിന്റെ എല്ലാവരും പറയാം സ്വാതന്ത്ര്യം വേണമെന്ന്. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? സ്വാതന്ത്ര്യം എന്നതിന് പോലും നിയന്ത്രണമുണ്ടെന്നാണ്. വിശുദ്ധ ഇസ്ലാം നിയന്ത്രണമാണ്. ഇസ്ലാം സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നതാണ്. അതുകൊണ്ട് പലർക്കും അത് ദഹിക്കൂല. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ദേഹത്തേക്ക് ഇങ്ങനെ മേക്കിട്ട് കയറുന്നത്. അത് തിരിയുന്നവനും തിരിയാത്തവനും ചാനലുകാരനും മീഡിയക്കാരനും ഒക്കെ അടിച്ചു കയറും. ഞാൻ പറഞ്ഞൊക്കെ കയറട്ടെ, പറയാനുള്ളവരൊക്കെ പറഞ്ഞിറങ്ങട്ടെ. അങ്ങനെ എന്തെങ്കിലും അവർക്ക് പഠിക്കാനോ അറിയാനോ ചെറിയ നാമ്പുകൾ അതിൽ നിന്ന് കിട്ടും. ഇസ്ലാമിനെ വിമർശിക്കാൻ വന്നവരാണ് അത് പഠിച്ചു മുന്നോട്ട് പോകാറുള്ളത്. അതുകൊണ്ട് വിമർശനം നല്ലതാണ്, വിമർശിച്ചോട്ടെ. അനന്തരാവകാശ നിയമം അവർ പഠിക്കട്ടെ. ഇസ്ലാമിലെ സ്ത്രീകളുടെ നിയമങ്ങൾ എന്തൊക്കെയാണ് അവർ പഠിച്ചോട്ടെ. എന്തൊക്കെ വിമർശിക്കാണ്ട് നമ്മളാരും ഒരു മതത്തെയും വിമർശിക്കുന്നില്ല, നമ്മൾ വിമർശിക്കാൻ പോകാറുമില്ല. ഓരോ മതവും അവരുടെ ആശയങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ശബരിമല ചർച്ച നടക്കുമ്പോൾ ഒരു TV ചാനലിൽ തീരെ മുസ്ലിമീങ്ങൾ ധാരാളം കാണാനിടയുള്ള ഒരു ചാനൽ, മീഡിയ 1 ചാനലിനെ സംബന്ധിച്ച് ഒരാളുടെ ഒരു റിവ്യൂ ഞാൻ കണ്ടു. ആ ചർച്ച കണ്ടത് 1000-ൽ താഴെ ആൾക്കാരാണ്. ബാക്കിയുള്ള പൊളിറ്റിക്കൽ ചർച്ചകൾ 20,000 25,000 ഒക്കെ ഒരു ദിവസം കൊണ്ടാകും. പക്ഷേ ശബരിമലയെക്കുറിച്ചുള്ള ചർച്ചയെ കണ്ടത് ആകെ 1000 പേരാ. എന്നിട്ട് പറയാ, മുസ്ലിമീങ്ങൾ ധാരാളം കാണുന്ന ഒരു ചാനലിന്, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളല്ലാത്തവരും ആശ്രയിക്കുന്ന ചില വാർത്തകളുടെ നിജസ്ഥിതി ചിലതൊക്കെ നമ്മുടെ തലയിലേക്ക് വെച്ച് കെട്ടുമ്പോൾ ശരി അതല്ല എന്ന് തിരുത്തി പറയുന്ന ഒരു വഴിയുണ്ടല്ലോ. അതിൻ്റെ പേരിലൊക്കെ ആ ചാനലിനെ ആശ്രയിക്കുന്ന ആളുകൾ. അപ്പോൾ അവർ പറയാം, എന്തുകൊണ്ട് വ്യൂവേഴ്സ് കുറഞ്ഞ ഒരു ചാനലിനെ പുകഴ്ത്താൻ വേണ്ടി പറയല്ല, ഇത് നമ്മുടെ കാഴ്ചപ്പാടിനെ അത് വിലയിരുത്തിയാളുടെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹത്തിൻ്റെ ആർക്കും വേണ്ടി പറഞ്ഞത്. അദ്ദേഹം പറയാം, മുസ്ലിമീങ്ങൾക്ക് മറ്റൊരു മതത്തിലെ ചർച്ചയിലൊന്നും വലിയ താല്പര്യമില്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അത് അവരായിക്കോട്ടെ, നമ്മളതിലൊന്നും കൈയിട്ട് കയറാൻ വേണ്ടി പോവണ്ട, നമ്മളാരും പോവാറില്ല. പക്ഷെ നമ്മുടെ മേക്കെട്ടാണ് ബാക്കിയുള്ളവരൊക്കെ വന്ന് കയറാറുള്ളത്. അത് കയറിക്കോട്ടെ, അത് അവർക്ക് പഠിക്കാനൊരു അവസരമാവട്ടെ എന്ന് മാത്രമാണ് നമ്മൾ ആശംസിക്കുന്നത്. പഠിച്ചോട്ടെ, വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിനെപ്പറ്റി പഠിക്കുള്ളൂ. അവർ പഠിച്ചോട്ടെ, സമയമെടുക്കും. ചിലപ്പോൾ ബ്ലാങ്കായിട്ട് വന്ന ആൾക്കാർ അത് പഠിക്കാൻ സമയമെടുത്തേക്കും. പഠിക്കട്ടെ, സമയമെടുത്ത് പഠിക്കട്ടെ. വെറും ഒരു ആക്ഷേപമായിട്ട് വേണ്ട. തിരുത്തേണ്ടത് തിരുത്തണം. പക്ഷെ ശരീഅത്തുൽ ഇസ്ലാമിൽ അങ്ങനെ തിരുത്തേണ്ടതായിട്ട് ഇല്ല. എന്തുകൊണ്ടില്ല? അത് ആ വിഷയം മനസ്സിലാക്കുന്ന പണ്ഡിതന്മാരെ സമീപിച്ചാൽ അതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാവും. പെട്ടെന്ന് അതിൻ്റെ ബാഹ്യമായ ചില അർത്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മതം എന്ന് പറയുന്നത് ഡിവൈൻ ടെക്സ്റ്റുകളാണ്, മനുഷ്യൻ്റെ വാക്കുകളല്ല. ഖുർആൻ അങ്ങനെയാണ്. ബൈബിളിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് അതാണ്. ഓൾഡ് ടെസ്റ്റമെൻറ്റ് അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് ഡിവൈൻ റെവലേഷനാണ്. അതുകൊണ്ടാണ് ഇതൊന്നും നമ്മുടെ ഹ്യൂമൻ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് മാത്രം അതിനെ വിലയിരുത്തിക്കൂടാ, അതിൻ്റെ ഒരു ഡിവൈൻ കോണ്ടെക്സ്റ്റ് കൂടെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ കാരണം. അപ്പം അത് മനസ്സിലാവാത്തവരൊക്കെ പെട്ടെന്ന് അങ്ങ് ചാടിക്കുടഞ്ഞ് വല്ലതും പറയും, എന്തിനും ഈ ഉമ്മത്തിനെ അങ്ങ് പഴിചാരും. അതൊക്കെ ചില ആളുകൾക്കൊരു ഹരവും, ചിലരുടെയൊക്കെ യൂട്യൂബ് ചാനലുകൾക്കും മറ്റു സോഷ്യൽ മീഡിയ ചാനലുകൾക്കും ഒക്കെ റീച്ച് കിട്ടാനുള്ള ഒരവസരവുമാണ്. ആയിക്കോട്ടെ, അതിലൊന്നും നമുക്ക് വേദനയില്ല. ഇല്ലാത്തത് പറയരുത്, അസത്യങ്ങൾ പറയരുത് ഈ ദീനിനെ കുറിച്ച്. നിങ്ങൾക്ക് വിമർശനമുണ്ടോ പറഞ്ഞോ, തിരുത്തി തരാൻ ഇവർ എത്രയോ പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന നാടാണിത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദീൻ, നമ്മുടെ ഈമാൻ നമ്മൾ പഠിക്കണം. ഇസ്ലാം നമ്മൾ പഠിക്കണം.
നമ്മളതിൻ്റെ ആളുകളാണ്. ബാക്കിയുള്ള മതവിഭാഗത്തിലെ പണ്ഡിതന്മാർ അവരുടെ മതങ്ങൾ അവർ പഠിക്കണം, അവരുടെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മൾ നമ്മുടെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലേ? നമ്മളത് പഠിക്കണം. നമ്മൾ ആരുടെയും ഒരു മതവിശ്വാസത്തിലും കൈകടത്താൻ പോവില്ല. നമ്മുടെ വിശ്വാസം കറകളഞ്ഞതായി നമ്മൾ കൊണ്ടു നടക്കണം. എല്ലാ മതവിഭാഗങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്ന് പഠിപ്പിച്ചതാണ് ഇസ്ലാം അല്ലേ? ഒരു ജൂതന്റെ മയ്യത്ത് പോകുമ്പോഴാ പുണ്യനബി ഞങ്ങൾ എഴുന്നേറ്റ് നിന്നത്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അപ്പൊ സ്വഹാബിമാർ ചോദിച്ചു, നബി അത് ജൂതന്റെ മയ്യത്താണ്, എന്നാലും അത് ജീവനുള്ള മനുഷ്യനായിരുന്നില്ലേ എന്ന് പറഞ്ഞ് എഴുന്നേറ്റുന്ന റസൂലാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു മതവിഭാഗത്തെയും നമ്മൾ ആക്ഷേപിക്കുകയോ കളിയാക്കുകയോ പരിഹസിക്കുകയോ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യേണ്ടവരാണ്. കാരണം അവരത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ പഠനം, നമ്മളും പഠിക്കണം, അവരും പഠിക്കണം, എല്ലാവരും പഠിക്കണം. പഠനത്തിന് ഒരിക്കലും അതിരുകളില്ല, സമയപരിധിയുമില്ല. അതുകൊണ്ട് അറിവ് നേടണമേ. അറിവില്ലാതെ നിങ്ങൾ വിജ്ഞാനം നുകരാതെ, സത്യം മനസ്സിലാക്കാതെ വിശുദ്ധ ഗ്രന്ഥത്തെ നിങ്ങൾ കൊഞ്ഞനം കാണിച്ച് മരിച്ചു പോകുമ്പോൾ ജീവിതത്തിൻ്റെ വലിയൊരു സുവർണാവസരം നിങ്ങൾക്ക് നഷ്ടമാകുന്നു എന്ന് അള്ളാഹു പറയുന്ന ഭാഗമാണ് അബൂദർദാ റളിയല്ലാഹു അൻഹു ഓതിയത്. നമുക്കൊക്കെയുള്ള പാഠമാണ്. നമ്മുടെ ഇടയിൽ നിന്ന് ഇത്തരം സ്വതന്ത്ര ചിന്തകൾ നമ്മുടെ മക്കളുടെ തലയിലേക്ക് കയറി ചെല്ലുമ്പോൾ അത് കേൾക്കാൻ നല്ല രസമാണ്. നീ കുടിച്ചോ, നീ വ്യഭിചരിച്ചോ, നീ ഇഷ്ടമുള്ള പെണ്ണിൻ്റെ കൂടെ പോയി കിടന്നോ, അതിനൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ല, ആരും ചോദിക്കാനുമില്ല, നീ മരിച്ചിട്ടൊന്നും സംഭവിക്കാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമായിരിക്കും. ഒരു പ്രായത്തിൽ യൗവനത്തിൻ്റെ ആ ഒരു കിതപ്പും തളിർമയും ഉന്മേഷവും ഒക്കെ കഴിഞ്ഞാൽ അപ്പോഴേക്കും ബസ് പോയിട്ടുണ്ടാവും, സമയം കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ കൈ കാണിച്ച വണ്ടി കിട്ടൂല. അതുകൊണ്ടാണ് മക്കളെ ആലോചിക്കണമേ, അപകടത്തിലേക്ക് എടുത്തു ചാടരുത്. ബുദ്ധിയും സവിശേഷമായ ചിന്താശക്തിയും നൽകിയ ഒരു പടച്ചതമ്പുരാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന മാർഗരേഖ നമ്മുടെ മുമ്പിൽ തന്നിരിക്കുകയാണ്. അത് പഠിക്കണം. അത് പഠിച്ചാൽ തന്നെ നമ്മുടെ മരിക്കോളം പഠിച്ചാൽ തീരില്ല നമ്മുടെ സമയം. അതുകൊണ്ട് ഇൽമ്, ഇന്നൽ ഇൽമ വൽ ഈമാന മഖാനഹുമാ, മുആദ് എന്നവർ പറഞ്ഞ വാക്കുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈമാനും അറിവും വിശ്വാസവും അതിൻ്റെ സ്ഥാനങ്ങളിൽ തന്നെയുണ്ട്. ആര് മരിച്ചാലും അത് ഇല്ലാതായി പോകുന്നില്ല. മനിബ്തഗാഹുമാ വജദഹുമാ, ആരത് അന്വേഷിച്ചു പോകുന്നുവോ സത്യസന്ധമായ അറിവും വിശ്വാസവും അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് മഹാനായ മുആദ് ഇബ്നു ജബൽ എന്ന പണ്ഡിതന്മാരുടെ നേതാവ്, ഹബീബിന്റെ സ്വഹാബിയും അനുയായിയുമായ മുആദ് ഇബ്നു ജബൽ സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്ന റളിയല്ലാഹു തആല അൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളിൽ പ്രഗത്ഭരായ ചില സ്വഹാബാക്കളുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലെ ചില ചർച്ചകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാൻ പറ്റുന്നതൊക്കെ എടുക്കുക. അള്ളാഹു നന്മയ്ക്ക് വേണ്ടി നന്മയിലായി ജീവിക്കുകയും കലിമ ചൊല്ലി മരണസമയം സന്തോഷത്തോടെ അള്ളാഹുലേക്ക് യാത്രയാവുകയും ചെയ്യാൻ അള്ളാഹുവിനെ തൗഫീക്ക് നൽകണമേ തമ്പുരാനെ. അമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ ഓരോരുത്തരുടെ കൈകളിലും ഒരു സ്ലിപ്പ്, ഒരു പിങ്ക് കളർ സ്ലിപ്പ് തന്നിട്ടുണ്ടാവും. 1 സ്ക്വയർ ഫീറ്റെങ്കിലും മിനിമം നിങ്ങൾ ഏറ്റെടുക്കണം. നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് ഇതുവരെ ഏറ്റെടുത്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളത് പേരെഴുതി പൂരിപ്പിച്ച് നമ്പർ കൊടുത്ത് നമ്മുടെ സംഘാടകരെ തിരിച്ചേൽപ്പിക്കണം. നിർബന്ധമായും ഈ ഒരു വലിയ സൽക്കർമ്മത്തിന് നിങ്ങളൊക്കെ ഭാഗവാക്കുകളാകണം എന്ന് അള്ളാഹുവിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. നമ്മുടെ സംഘാടകർക്ക് വേണ്ടി നിങ്ങളെ ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്ത് ടിക്കസതെ അത് വായിക്കാനുണ്ടോ? വായിച്ചോളൂ അല്ലേ? ദുആ വസിയത്തുകളുണ്ട്. ഉസ്താദ് വായിച്ചതിന് ശേഷം നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദുആ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനത്തിൻ്റെ കാരണക്കാരനായ വാഖിഫ് കുഞ്ഞാപ്പു ഹാജിയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഫാത്തിമ മഹദി അവറുകളും ഉൾപ്പെടെ ഈ സ്ഥാപനത്തിന് വേണ്ടി 20 വർഷമായി പ്രവർത്തിച്ചു നമ്മോട് മണം മറഞ്ഞു പോയ ഒരുപാട് ആളുകൾ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ, ഷെയ്ഖുനാ CK സാദിഖ് മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ഉസ്താദ് BK മുഹമ്മദ് ഉസ്താദ്, കുഞ്ഞിപ്പു സാഹിബിനെ പോലെയുള്ള ഒരുപാട് ഉലമാക്കളും ഉമറാക്കളും നമ്മോട് ഇവിടെ പറഞ്ഞു പോയി. അവിടെയൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഉസ്താദിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് നല്ല ലിസ്റ്റുകളൊന്ന് വായിക്കുകയാണ്. ഒരു സഹോദരൻ നെഞ്ചുവാദനവുമായി ബന്ധപ്പെട്ട് അഡ്മിറ്റാണ്.
പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. സ്ഥാപനത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയുടെ അമ്മായിയുടെ മോളും ഓപ്പറേഷൻ കഴിഞ്ഞ റസ്റ്റിലാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു അനുഭാവി 1500 രൂപ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി, മരിച്ച ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരു അനുഭാവി 10 സ്ക്വയർ ഫീറ്റ് നമ്മുടെ ഹൈദർലി ശിഹാബ് തങ്ങൾ സ്മാരക ബിൽഡിങ്ങിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. ദാറുൽ പ്രവർത്തക സമിതി അംഗം മഞ്ഞളുങ്കൽ മുഹമ്മദ് ഹാജി അസുഖബാധിതനായ വീട്ടിൽ വിശ്രമത്തിലാണ്. രോഗശമനത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. 10 സ്ക്വയർ ഫീറ്റ് സ്ഥാപനത്തിലേക്ക്, ബിൽഡിങ്ങിൻ്റെ പണിയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അബ്ദുൽ ലത്തീഫ് കൂടലൂര് ദുആ ചെയ്യാൻ വേണ്ടി 1 സ്ക്വയർ ഫീറ്റ് സംഭാവന നൽകിയിട്ടുണ്ട്. PV കുഞ്ഞു ഹാജി നമ്മുടെ പ്രവർത്തക സമിതി അംഗമായ 3 മൂലയിലുള്ള കുഞ്ഞു ഹാജിയുടെ രോഗശമനത്തിന് ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. സന്താന ഭാഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരൻ, 2 സഹോദരിമാർ സ്വർണ്ണാഭരണം സംഭാവന നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കാതിലെ ചുറ്റും ഒരു മോതിരവുമാണ് നൽകിയിട്ടുള്ളത്. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 13 വർഷമായി സന്താന സൗഭാഗ്യമില്ലാത്ത ദമ്പതികൾ, അവർക്ക് സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മരണപ്പെട്ട ഖദീജ, ഹുസൈൻ, ആമിന, മരക്കാർ കുട്ടി, അബ്ദുൽ ബഷീർ, മൊയ്തീൻ കുട്ടി, മുഹമ്മദ് ആജി, മൈമൂന, മുഹമ്മദ്, ഖദീജ എന്നിവരുടെ മഗ്ഫിറത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. സുഹറ, ആഷിഖ്, നബീസ, അജീബ, ഖദീജ എന്നിവരുടെ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. സുഹറ, നബീസ എന്നിവരുടെ അസുഖങ്ങൾ മാറാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. ആഷിഖ് എന്ന സഹോദരന് ജോലി ശരിയാകാൻ പ്രത്യേകം ദുആ ചെയ്യുക. ഹംസ, മുഹമ്മദ്, സുൽത്താൻ എന്നിവരുടെ ബിസിനസ്സിൽ ഖൈറും ബറക്കത്തും ഉണ്ടാവാൻ പ്രത്യേകം ദുആ ചെയ്യുക. ആമിന എന്ന സഹോദരിയുടെ മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യുക. വിവാഹം ശരിയാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. ജോലി ശരിയാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. മരണപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. ഷബീർ എന്ന സഹോദരന് വിദേശത്ത് ലൈസൻസ് ശരിയാവാൻ പ്രത്യേകം ദുആ ചെയ്യുക. ജോലിയിൽ ബറക്കത്തും കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. സ്ഥിരമായി ജോലി ഉണ്ടാകാനും മക്കളുടെ പഠനം ഖൈറിലാകാനും വേണ്ടി ദീനീയ തൽപരരായി വളരാനും ദുആ ചെയ്യുക. മാതാപിതാക്കളുടെ അസുഖം മാറാനും മക്കൾക്ക് മതചിട്ടയോടുകൂടി ജീവിക്കുന്ന കുടുംബത്തിൽ നിന്ന് വിവാഹം ശരിയാകാനും മക്കളുടെ വിദ്യാഭ്യാസ ഉയർച്ചയും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യുക. ബിൽഡിങ്ങിന്റെ നിർമ്മാണ ഫണ്ടിലേക്ക് ഖാലിദ് മുടപ്പക്കാട് 10 സ്ക്വയർ ഫീറ്റ്, സഹദൂന വഫിയ 1 സ്ക്വയർ ഫീറ്റ്, 10 സ്ക്വയർ ഫീറ്റ്, റംല തിർത്താല 10 സ്ക്വയർ ഫീറ്റ്, ഹൈദർ കൊടിക്കുന്ന് 10 സ്ക്വയർ ഫീറ്റ്. ഇവരൊക്കെ ഓരോ സ്ക്വയർ ഫീറ്റാണ്. സഹദൂന വഫിയ 1 സ്ക്വയർ ഫീറ്റ്, റംല തിർത്താല 1 സ്ക്വയർ ഫീറ്റ്, ഹൈദർ കൊടിക്കുന്ന് 1 സ്ക്വയർ ഫീറ്റ്. ഒരു സഹോദരൻ 1 സ്ക്വയർ ഫീറ്റ്. PT കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ മരിച്ച ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ 2500 രൂപ. മുസ്തഫ മഞ്ഞുളുങ്കൽ 1500 രൂപ. സൈദൽബി